കറുപ്പും കോട്ടയത്തല്ലേ? ആ, ഇന്ന് പോവും. ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. കാണണം. ഓട്ടമുണ്ട്. ഉണന്താനെ സണ്ണിയോ? എടാ അച്ചായോ, നീ അങ്ങ് ഏഷ്യയുടെ അപ്പൂനെ പോലെ ആയല്ലോ. അവന്റെ ഒരു തടിയും വയറും. ഐശ്വര്യമുള്ള പെമ്പിള്ളാര് വെച്ച് വിളമ്പി തന്ന ഇങ്ങനെ. ആ, അതിരിക്കട്ടെ. നീ എപ്പോ വന്നു? ഞാൻ ഇന്നലെ ലാൻഡ് ചെയ്തു. ആലിസ് മോളും? ആ, അവളെ മോളെ വീട്ടിൽ കൊണ്ടാക്കി. പ്രൊഡക്ഷൻ നമ്പർ 2. ഇത്ര പെട്ടെന്ന്? ഈ സണ്ണിക്കുട്ടിയുടെ കാര്യമൊക്കെ ഫിങ് ഫിങ് നടക്കും. ആവുന്ന കാലത്ത് വേണ്ടുന്ന പണിയൊക്കെ കഴിച്ചു വെച്ചാൽ വയസ്സുകാലത്ത് താങ്ങാൻ പിള്ളേരെങ്കിലും കാണും. ആട്ടെ, നീ എത്ര ദിവസം അവിടെ കാണും? ആ, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. ആ പാടെ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നു അവള് പറയാൻ കയറുമ്പോഴാ. അപ്പോ ഇത്തവണത്തെ നിന്റെ എഴുന്നള്ളത്ത് നമുക്കങ്ങ് വേഷ ആഘോഷിക്കണം. എന്താ? ഷെറീഫും വരുന്നുണ്ട്. കത്തുണ്ടായിരുന്നു. ആ, എനിക്ക് എഴുതിയിരുന്നു. ഏതായാലും അവൻ വരുന്ന നന്നായി. പാവം ആ പെങ്കൊച്ചു രക്ഷപ്പെട്ടു. ഏത് പെങ്കൊച്ചു? ഈട അവന്റെ കെട്ടിയോളന്ന് കെട്ടിക്കൊണ്ടിട്ടു പോയി പോക്കില്ലേ? ആ, അതുകൊണ്ടെന്താ? വേണ്ടത്ര പണമല്ലേ? പണം കൊണ്ടെല്ലാം ആയോ? ഭർത്താവ് അരിയില്ലാത്ത സുന്ദരിയായ ഭാര്യയുടെ ഫിങ് ഫിങ്. നീ ഒന്ന് ആലോചിച്ചേ. ആ, ബൈ ദ വേ, നിനക്കും കുട്ടിയാളിക്കും വിസയ്ക്കൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് അവ എഴുതിയിരുന്നു. ഞാനും ആ പ്രതീക്ഷയിലാണ്. ധൈര്യമായിരടാ, എല്ലാം അവൻ ശരിയായിക്കൊണ്ട് വരും. പക്ഷെ കുട്ടിയാലിക്ക് ധൃതി പിടിച്ച് എവിടെയൊക്കെയോ ചെന്ന് വീഴുന്നുണ്ട്. ഇന്ന് നമുക്ക് രണ്ടാലൊന്നറിയാം. ഈ സൈക്കിൾ ഇല്ലായിരുന്നെങ്കിലേ കാലിന്റെ മുട്ട് വരെ തേങ്ങനെ. നമ്മുടെ കുട്ടിയാലിക്കല്ലേ? കുട്ടിയാലിക്കാ നിക്കവിടെ. ഇന്ന് രണ്ടാലൊന്നറിയണം. നമുക്ക് നമ്മുടെ കായ് കിട്ടും. റോഡിൽ കിടന്ന് തീരെ പിഞ്ചിങ് ആകാതെ കുട്ടിയാലിക്കാ. ഒന്ന് അറിഞ്ഞ് നമുക്ക് വഴി ഉണ്ടാക്കാം. ഒരു വഴിയും പറയണ്ട. നമ്മുടെ കായ് കിട്ടിയാൽ നമ്മൾ മടങ്ങും. ആ പാവത്തിന്റെ കാശ് കൊടുത്തേ. കാശോ? ഞങ്ങളോ? അല്ലോ, ഇവരല്ല. ആ ആശാൻ കള്ള പിച്ചക്കാരൻ. വലിക്കണ പമ്പ് മാറ്റത്. രൂപക്ക് ചെല്ലുമ്പോ വിസ തരാന്ന് പറയും. വിസക്ക് ചെല്ലുമ്പോ പിന്നെ ആട്ടെ എന്ന് പറയും. ഞമ്മക്ക് ഇനി അവന്റെ വിസയും വേണ്ട, കിസ്സയും വേണ്ട. ഞമ്മക്ക് നമ്മുടെ കായ് തന്നാ. അന്നേ ഞാൻ കുട്ടിയാലിക്കോട് പറഞ്ഞ സണ്ണി, രൂപ കൊടുക്കുമ്പോ സൂക്ഷിച്ചു കൊടുക്കണമെന്ന്. ഏതായാലും ഷെരീഫ് വരുമ്പോ ബസ് കൊണ്ടുവരും. അതിനു മുമ്പ് കുട്ടിയാലിക്ക് പോകാൻ ധൃതിയെ. അവര് എവിടെ ഉണ്ടെന്നറിയാം. അറിഞ്ഞിട്ട് എന്ത് കാര്യം? ഞമ്മ ദിവസവും പോണതല്ലേ. പോയി പോയി നമ്മുടെ സൈക്കിളിന്റെ ചെയിനും തേഞ്ഞ് നമ്മുടെ പെടലും പൊട്ടും. ഉള്ളത് മുഴുവനും വിറ്റുണ്ടാക്കിയ കാശ. നിങ്ങൾ വിഷമിക്കണ്ടുമ്മ, ഞങ്ങളൊന്ന് പോയിട്ട് തിരിച്ചു വരാം. ഇന്ന് രാത്രി ശാപ്പാട് ഉമ്മയുടെ വരാം. പറ്റുമേ നീ കാശും തിരിച്ചു വാങ്ങിച്ചോട്. ചാപ്പാട്ട് രാം. ഇട നിനക്ക് വേണ്ടേ? വേണ്ട. കഴിഞ്ഞ വരുന്നാളല്ലേ ഉമ്മ വിളിച്ച കോഴിയുടെ ഫിങ് ഫിങ് ഉണ്ടല്ലോ, ഇപ്പോഴും നാക്കിലിരിക്കുക. മോൻ പോയേച്ചുവാ. ഒരു കോഴിയുണ്ട്, നമ്മളിത് ശരിയാക്കി വെക്കാം. നീ വരുന്നോ? കോഴി ഇടിച്ചുള്ള അറിയാം. ഇന്ന് ഞാനില്ല. എനിക്കറിയാം കേട്ടോ. നീ എവിടാ പോകുന്നത്? നമുക്ക് അമ്മനെ കണ്ടു. മോനെ അടിപടി ഒന്നും ഉണ്ടാക്കല്ലേ. അയ്യോ, ഉമ്മയുടെ കോഴി ഇറച്ചി തന്നെ ഞങ്ങൾ ഇപ്പൊ വരും. വാ. മതി മതി. അപ്പൊ ആശാനെ, ആശാന്റെ ഭാര്യ മക്കളെ വിളിച്ചോണ്ട് വന്നില്ലേ? ഇപ്പൊ അവരെ കൊണ്ടുവന്ന ശരിയാകത്തില്ല. ഒരു ഇന്റർവ്യൂ കൂടി നടത്തിയിട്ട് കുറച്ച് കാശ് കൂടി അങ്ങ് സംഘടിപ്പിച്ച് നമുക്ക് മുൻകളയാം. ഭാഗത്ത് വയ്ക്കാം. വേണ? ആ, മുങ്ങിക്കോ. പക്ഷേ ഇങ്ങനെ കാശ് തന്നിട്ട് മതി. കാശോ? തന്റെ കാശോ? എന്റെ കാശൊന്നുമല്ല. ദേ ഈ പാവത്തിന്റെ കാശ്. ആ, ഇയാളുടെ വിസയും ടിക്കറ്റും അടുത്ത ദിവസം വരുമല്ലോ അല്ലേ ആശാനെ? അതല്ലേ ഞാൻ ഇങ്ങനോട് പറഞ്ഞു വിട്ടത്. ആ, താൻ പോയി കുത്തിവെച്ച് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് ശരിയാക്ക്. നമ്മൾ കുത്തണമില്ല, വെക്കണമില്ല. നമുക്ക് നമ്മുടെ കാശ് കിട്ടിയാൽ മതി. കാശോ? കാശ് തരാനൊന്നും പറ്റത്തില്ല. സംഗതി ശരിയായപ്പോ കാശോ? സംഗതി ശരിയായപ്പോ കാശോ? തന്റെ ഒരു സംഗതി വേണ്ട. മറ്റേ കാശുള്ളോ? ഒന്ന് ഫോണത്തെ വരട്ടാതെ. നീ സംഗതി മറ്റേ കാശ് നിന്റെ പലിയല്ല ഇറങ്ങി ആ കാലിലൊക്കെ എനിക്കിങ്ങനെ പൊങ്ങണം.
പോട്ടെ താഴോട്ട് പോട്ടെ പോട്ടടാ മുങ്ങി കുളിച്ചോ കളിക്കുതേ ഇവിടെ പിൻകീം ആക്കി നമ്മള് ഞമ്മ ഓട വെച്ച് മറച്ചു തരാം നീ തുണി കുപ്പായൊക്കെ അയച്ചിട്ട് ഇപ്പോൾ ആൾക്കാരൊന്നും വെക്കണം അവിടെ മഞ്ഞത്തടക്കണം ഇങ്ങനെയാണ് പോകുന്നത് പാവങ്ങളുടെ കാശ് വെച്ചിക്കല്ലടാ തിരിച്ചു കൊടുക്കടാ നീ സണ്ണിക്കുട്ടിയെ തല്ലിയല്ലേ അവിടെ വാച്ച് തണ്ണിമോനെ മയ്യത്തിന്റെ മണം കേൾക്കണമെങ്കിൽ ഓടി വാ എന്താ ഇവര് മോനെ ഈ അടി ഇടി എന്നൊക്കെ പറഞ്ഞാലേ ഞമ്മള് ഗാമയുടെ ശിഷ്യനാണ് കേട്ടക്കടാ ഇവിടെ ഇവിടെ കൊടുക്ക് കൊടുക്കടാ കൊടുക്കടാ അവിടെ കൊണ്ടാ പിന്നെ വല്ലപ്പോഴും വരുമ്പം ഈ വഴി കയറാം വരട്ടെ വാട്ടിലേക്ക് പിന്നെ വിസേ എണ്ണ ഇട്ട് തടവി ചൂടുവെള്ളത്തിൽ കുളിച്ച അയ്യോ ആശാനെ അവര് പോയോ? കഴുതേ അവന്മാര് പറഞ്ഞു കേട്ടില്ലേ വിസയും ടിക്കറ്റും റെഡിയാണെന്ന് ഇത് നേരാവോ? ഈ വിസ വിസ എന്ന് പറയുന്ന വല്ല മാവേലി സ്റ്റോറിലും കിട്ടുന്ന നിങ്ങളുടെ പേര് നിങ്ങളെ പോലെ ചില മണ്ടന്മാരെന്ന് വീഴും ഓരോ തന്നെ വലയില് ഒന്നടങ്ങ് നാളെ ഷെറീഫ് വരുന്നത് എന്നാ നമ്മൾ ഒന്നുകൂടി തല്ലിട്ട് വരാം കുട്ടിയാലിക്കാം കുട്ടിയാലിക്ക് വീട്ടിൽ ചെന്ന് ഉമ്മ എടുത്ത് കോഴിയൊക്കെ റെഡിയാക്കി വെക്കാൻ പറയണം സണ്ണിക്കുട്ടി പോയി 2 ഫിങ് ഫിങ് അടിച്ചിട്ട് വരാം അപ്പൊ നമ്മളും കൂടെ വരാം അവിടുന്ന് 2 താറാമുട്ട മേടിച്ച് തരുമോ നമുക്ക്? വാങ്ങിച്ചു തരാം എത്ര നല്ല പ്രതീക്ഷ. പക്ഷെ ജീവിതം യാഥാർത്ഥ്യങ്ങൾ കൂടി ബാലേട്ടൻ ചിന്തിക്കണം. എന്റെ ജീവിത സങ്കല്പങ്ങൾ ഇതൊക്കെയാണ്. ഇത്തരമൊരു ജീവിതം നിനക്ക് ഇഷ്ടമല്ലേ നന്ദി? സമ്പന്നമായൊരു ജീവിതം ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിയുണ്ടോ? അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ദുബായി പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഈ ആശയും വാശിയും നിന്റേത് കൂടിയല്ലേ? ബാലേട്ടനാണ് എന്റെ എല്ലാം. ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരില്ല, വരെ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ആ വാക്ക് മാത്രം മതി. പിന്നെ എത്ര നാളെ അങ്ങനെ ഒളിച്ചും പതുങ്ങിയ? എന്നിട്ടും കുസൃതിക്ക് കുറവൊന്നുമില്ലല്ലോ. ഇന്ന് തല്ല് കിട്ടിയത് തന്നെ വീട്ടിൽ നിന്ന്. ഒരമ്പലത്തിൽ പോക്ക്. വീടല്ലേ? ഏയ് പോട്ടെ, ഇപ്പൊ പോയിക്കോ, നാളെ വരണം. നളിനി മോളെ നളിനി എടി നളിനി. ഓ എന്താണ് നിങ്ങൾ കിടന്നോണ്ട് ഈ തൊള്ള തുറക്കുന്നത്? അവൻ അമ്പലത്തിൽ പോയിരിക്കുക. എന്താണ് നീ പറയണത്? നീ കൂടി പോകാതെ അവൾ ഒറ്റയ്ക്ക് അയച്ചോ? അവൾ അത്ര കൊച്ചു കുട്ടിയൊന്നും അല്ല. അയ്യോ അയ്യോ, നിന്റെ തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? പെണ്ണ് കൊച്ചായിരുന്നേലും ഭയപ്പെടേണ്ട ഈ സമയത്താ. പേര നിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ് അമ്മമാരെ തീ തിന്നുന്ന സമയമാ. പെങ്ങണ മോന് മാത്രമല്ലേ മോളെ കെട്ടിച്ചു കൊടുക്കൂ. എവിടെയായിരുന്നു ഇത്ര നേരം? അത്താഴ പൂജ കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ഒന്നുകിൽ ഏതിനൊരു അവസാനം വേണം, അല്ലെങ്കിൽ ഒരു തുടക്കം. അവന്റെ കാര്യത്തിൽ രണ്ടുമില്ലല്ലോ. ദുബായിക്ക് പോണോന്നൊക്കെ പറയുന്നത് ചിലപ്പോ നടന്നെന്നും നടന്നില്ലെന്നും ഒക്കെ വരും. ഈ പരിതസ്ഥിതി കല്യാണം അങ്ങ് നടത്തിയിട്ട് ദുബായിക്ക് പോണോന്നോ പോകണ്ടെന്നോ അവര് തീരുമാനിക്കട്ടെ.
ഇത്രയും ബഹുമാനപ്പെട്ട നിന്റെ ഭർത്താവ് വരുന്നല്ലോടി. എന്റെ സാബറ, എത്ര നേരം ഞാനിവിടെ കാത്തു നിൽക്കുന്നു. രാത്രി നടക്കാനുള്ളത് പകലെ സ്വപ്നം കണ്ടു തുടങ്ങിയ പെണ്ണെ. കളിയാക്കണ്ട, ഇങ്ങനെ ഒരു ദിവസം വന്ന നിന്റെ ഗതി ഇത് തന്നെയാ. സാബിറ, എന്താണുമ്മ? എനിക്ക് കയ്യത്തനില്ല. മൂളിതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചേ. ചെക്കൻ വന്ന് കണ്ടാ ഇത്രയും നാളും തൂത്ത് ഉടച്ചു വെച്ചൊക്കെ വെറുതെ ആവും. കൊണ്ടുവന്ന കിട്ടണ്ട. ആലീസല്ലേ? ആ മോളെ, ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അവൻ പുറത്തിറങ്ങിയിട്ടില്ല. ആ ഡോക്ടറെ കണ്ട? എന്തുണ്ട് വിശേഷം? ആ പിന്നെ തങ്കച്ചായം വരുമ്പേ ആ റബ്ബറിന്റെ കാശ് വാങ്ങിച്ചു വെച്ചേക്കണം. അത് ഞാൻ ഭയങ്കര ഉഴപ്പനാ. ആ ഞാൻ വരാൻ വൈകും. ഇല്ലില്ല, ഇന്നാ പരിപാടിക്കൊന്നുമില്ല. ആ വെക്കട്ടോ. കല്യാണം കഴിഞ്ഞു എന്നല്ലേ കുട്ടിയുണ്ട്? എനിക്കറിയാമോ? എന്താ കുട്ടിയിലേക്ക് കാണിക്കുന്നത്? ഇയാളെ കൊണ്ട് അടുത്ത് പോകാൻ വയ്യെന്ന്. ഞമ്മിച്ച് ഐസ് വെള്ളം കുടിക്കാൻ പോയതാണെന്ന്. അല്ല, ഐസ് വെള്ളം കുടിച്ചപ്പോഴേ ഇവിടെ മുതല് ഇവിടം വരെ തണുപ്പ്. അപ്പൊ ദുബായിൽ എന്തായിരിക്കും? അവൻ കസ്റ്റംസ് ക്ലിയറൻസ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് വരാൻ വൈകും. നമുക്ക് വെളി അറിയിക്കാം. ഇനിയും വൈകും? എടാ, അങ്ങോട്ട് പോകാൻ മാത്രമല്ല, ഇവിടെ വന്നിറങ്ങിയാലേ വെളിയിൽ ഇറങ്ങാനും പ്രയാസം. വാ. അപ്പൊ ഞമ്മ അവന്റെ കൂടെ വരാം. മര്യാദക്ക് ഇതിനെ പോലീസ് ഓടിച്ചോട്ടും കേട്ടോ. ഇന്നാള് ഞമ്മ ഒരു സിനിമയിൽ കണ്ട പോലെ പ്ലെയിനിന്റെ ബാധൽ തുറന്ന് കൈ തന്ന് ഇറങ്ങിക്കണ്ട് വരണമെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത്. ഇതിപ്പോ കാഴ്ചകളായി പാമ്പിനെ കാണാൻ പോയ പോലെ. എയർപോർട്ടിൽ ചില നിയമങ്ങളൊക്കെ കുട്ടിയാലിക്ക സിനിമയിൽ പോലെ പറ്റുമോ? അല്ലേ കേട്ടിയാ? ഏയ് എന്റെ അന്നോ 50 ഉറുപ്പിയെ കൊടുക്കട്ട് കുട്ടിയാലിക്ക. ദുബായിക്കാരന്റെ കാശാ, കൊടുക്കട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലേ നീ നമ്മളെ ദുബായി കൊണ്ടോട്ടാ. ഇതുപോലെ ഒരു കാൽക്കുപ്പായ അങ്ങനെ എളുപ്പം കിട്ടില്ല. നിങ്ങൾ വണ്ടി എന്താ കുട്ടിയാലിക്ക ഒന്ന് കേറുക. എവിടെ ഇതിന്റെ ഫിങ് ഫിങ് എവിടെ ഇരിക്കുക? ഉച്ചൊന്നുമില്ല, ഞാൻ ഭാഗ്യം. തന്നെ എവിടെ നിന്ന് കിട്ടിയടാ ഈ വാഹനം? ഒന്ന് പതുക്കെ പറ. ഉടമസ്ഥരെക്കാരും കേട്ടല്ലേ ഇവന്റെ പണി ഫിങ് ഫിങ് ആവും. വർക്ക്ഷോപ്പിൽ പണിയാൻ കൊണ്ടുവന്ന ട്രക്കറാ. ഞാനൊരു ലൈനിൽ ഇവനെ ഒപ്പിച്ചു. എടാ ഷെരീഫ്, കഴിഞ്ഞ പ്രാവശ്യം നിനക്കൊരു വാഹനം വീട്ടിൽ വാങ്ങിയിട്ടേച്ച് പോകാമായിരുന്നില്ലേ? ഭാര്യയും ഉമ്മയും മാത്രമുള്ള വീട്ടില് ഒരു വണ്ടിയും വാങ്ങിച്ചിട്ട് ഒരു ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് പോകാൻ എന്നെ കിട്ടില്ലടിയാ. കണ്ണി പറഞ്ഞത് നീ ഇറങ്ങി വരാൻ നേരം വെളുക്കുന്നൊക്കെ. ആ അതൊക്കെ പൂത്തിയും താത്തിയും കൊണ്ടുവരുന്നവർക്കാ കുട്ടിയാലിക്ക. ഒരു കൊല്ലം കഴിഞ്ഞ് എത്രയും വേഗം വീട്ടിലെത്തണമെന്നായിരുന്നു എന്റെ മോൻ. പിന്നെ ഫിങ് ഫിങ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അടിച്ചിട്ട് ഒരു കൊല്ലമായി. ഇവിടുത്തെ അടിച്ച കണ്ണും മൂക്കൊക്കെ പോക്കാന്ന് ഞാൻ നിർത്തി. രാത്രി കൂടണം. ഇരിപ്പുറയ്ക്കുന്നില്ലല്ലേ മോളെ?
നോക്കിയിട്ടുണ്ട് വലിയ മോനെ മോനങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. സണ്ണിയും ബാലനൊക്കെ അപ്പുറത്തിരിക്കുക. ഉമ്മ അങ്ങോട്ടേ. ആ അത് ശരി, ഇവിടെ ഒന്ന് ഒളിച്ചു നിൽക്കാണോ? ഞാൻ മാത്രമല്ല, അദ്ദേഹം എത്തിയിട്ടുണ്ട്. എടാ ഷെരീഫേ, വന്നെ കൂട്ടാതെ ഒന്ന് ഇറങ്ങി വാടാ. ഈ കഴിവേറവന്മാരെ കൊണ്ട് തോറ്റല്ലോ. ഞാനിപ്പോ വരാം. എന്റെ ഉമ്മയ്ക്ക് സാബറയ്ക്ക് ഇവിടെ ആ എയർപോർട്ട് വരെ വന്നുകൂടായിരുന്ന? എന്റെ പൊന്നു മോനെ, ഞാൻ മക്കാവേലും കൊണ്ട് അവിടെ നിൽക്കാൻ വയ്യ. ആ നിങ്ങളിരി, വല്ലതും കഴിച്ചോണ്ട് പോ. വല്ലതും കഴിക്കാം. വാ. എടാ പെരുവയറ, ഒന്ന് അടങ്ങ്. ഉമ്മ ഒന്ന് വിളമ്പിക്കോട്ടെ. ആ ഞങ്ങൾ അതിന് നിൽക്കുന്നില്ല. നീ ഇതിനുള്ള കൂലി എന്ന് ഞങ്ങളെ പറഞ്ഞു വിടും. ദുബായിൽ നിന്ന് വരുന്നതല്ലേ, കിലോമീറ്ററിന് 5 രൂപ. സാധനങ്ങൾ കയറ്റിയതിനും ഇറക്കിയതിനും അട്ടിമറി വക രൂപ 100. അത്രേ മതിയോ? നാളെ രാത്രി സണ്ണിയുടെ മുറി വെച്ച് കണക്ക് തീർത്ത് പോരെ. ഇന്ന് എനിക്ക് ലീവ് തടാ മോനെ. ശരിയാ സണ്ണി, ഇന്ന് അവന് ക്യാഷ് ലീവ് കൊടുത്തേക്കാം. എന്താ? അനുവദിച്ചിരിക്കുന്നു. പക്ഷെ പെണ്ണും പിള്ള സിക്ക് ലീവിലാണെങ്കിലോ? മഹാഭാവി, കരിനാക്കോടൊന്നും പറയാതെ 1 കൊല്ലം കഴിഞ്ഞ് വന്നതാണ്. ആ ഇനി വെച്ചിട്ടുണ്ട, എനിക്ക് കൊണ്ടുവന്ന സാധനം ഞാൻ ഒന്ന് അടങ്ങന്റെ സണ്ണി, അവനെങ്ങ് പോണില്ലല്ലോ. ഇന്ന് ഐശ്വര്യമുള്ള ദിവസമാണ് എന്റെ കുട്ടിയാലിക്കാൻ. സ്കോച്ച് കുടിക്കണമെങ്കിൽ ഇന്ന് കുടിക്കണം. ഓ കുടിക്കണം. ഷെറീഫിന്റെ സ്ഥാപന സ്വർഗത്തിലെ ഇന്ന് നീ കട്ടൂർമ്മ ആവണ്ട. എന്റെ ബാല കുട്ടിയാലിക്കാ ഉമ്മ വെച്ച് വിടമെന്നെ മണം അടുക്കളയില്. എടാ ഇച്ചിരി ചോറുണ്ടേച്ച് വരാം. മനുഷ്യ അധ്വാനിക്കുന്നില്ല. മനുഷ്യനായ കുറച്ച് ബുദ്ധി. നിന്റെ വിശപ്പ് ഞാൻ മാറ്റി. ചായ. നമ്മുടെ സ്വർഗത്തിൽ കട്ടർപ്പാവണ്ടെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. അല്ലോ, ചായ കുടിക്കാതെ പോയോ? ഇന്നത്തെ ചായ മുഴുവൻ നമുക്ക് കുടിക്കാം. നീ വാ. ആ നടക്ക് നടക്ക്. സാരി പിടിച്ചോ. നോക്കാം. സാരിയുടെ കുറവ് തന്നെ. എന്നാ വിളിച്ചോ. ഇഷ്ടം പോലെ സാരി. എന്താ വേണ്ടത്? ആ തേപ്പ്. തിരിച്ചു പോകാനുള്ള ടിക്കറ്റും ഉണ്ട്. ഇങ്ങോട്ട് വാ. ഇതൊക്കെ ഒന്ന് എടുത്തു വെക്ക്. വേണ്ട, നിങ്ങൾ കെട്ടിയോളും കൂടി എല്ലാം എടുത്ത് വെച്ചാൽ മതി. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. മോളെ, ആ വാതിലും ചാരിക്കണം. ആ ഇതിന്റെ അകത്തുള്ളതെല്ലാം നമ്മുടെ കെട്ടിയൊക്കെയുള്ളതാ. നമുക്ക് പിന്നെ അല്ലാതെ എനിക്ക് വേറെ കെട്ടിയുണ്ട്. ആ അല്ലോ, അത് നമ്മുടെ തണ്ണിക്കുള്ള മരുന്ന. ഇവിടെ ഇരിക്കട്ടെ. കാര്യം പറയാം. ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ വന്നാ തന്നെ കാണണ്ട. വീട്ടില് ചെറിയൊരു ജോലി ചെയ്യാൻ നിർത്തിയാളിയാ. വാലീസ് വീട്ടില്ലാത്തപ്പോ സഹായോ മുട്ടും. അമ്മേ ഭഗവതി, ഷെരീഫ് വീട്ടിലെത്തിയോ മോനെ? ആ വന്നു. അവനെ വീട്ടിൽ കൊണ്ടാക്കിട്ടാ ഞങ്ങൾ വരുന്നത്. എന്താന്ന് അറിഞ്ഞൂടെ അമ്മേ, ഭയങ്കര വിഷം. തുടങ്ങി തീറ്റിപ്പണ്ടാറ്. ഇന്ന് ഏകാദശി ആരാ? ഉപ്പും പഴവും മാത്രമേ കാണൂ. ആ സാർ ഇതിലിടവേണ്ട, ഞാൻ അമ്മയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം.
ഉപ്പുമാവ് റെഡി ആയിട്ടില്ല അല്ലേ അമ്മേ? അയ്യോ സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അമ്മ ഉണ്ടാക്കിയ ഉപ്പാവല്ലേ, ആ ഉപ്പാവും പഴവും കൂടെ കുഴച്ചടിച്ചിട്ട് കുറെ നാളെ. ഓഹോ, നീ മിണ്ടാതിരി. നിനക്കുള്ള ചോറ് ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ മലക്കറിയെ കറി വെക്കാനുള്ളൂ. ഭാഗ്യം. ഹോ, ഈ ആലീസിന്റെ കാളയിറച്ചിയും താറാമുട്ടയും മീൻകറിയും കൂട്ടി ഞാൻ മടുത്തു. കുറെ നാളെ മലക്കറി കൂട്ടാൻ കൂട്ടി. ആ തുടങ്ങി അവന്റെ ആലീസ് പുരാണം. അമ്മ ചെന്ന് എന്തെങ്കിലും അവൻ ഉണ്ടാക്കി കൊടുക്കും. തിന്ന് മരിക്കട്ടെ കൊതിയൻ. എന്തെങ്കിലും മോൻ ഇഷ്ടമുള്ള കറി തന്നെ ഉണ്ടാക്കാം. ആ 10 വയസ്സ് മുതൽ അമ്മ നിന്നെ കാണുന്നതല്ലേ? ശരിയാമ്മേ, എന്റെ ഈ തടിയുടെ 90% ഇവിടുത്തെ കുട്ടിയാലിക്കയില് ഷെറീഫിന്റെ വീട്ടിലെ ചോറാണേ. എടാ അറിയോ, നീയുടെ കുറെ വിളസുന്നുണ്ടല്ലോ, ഇതൊക്കെ എവിടെ സംഘടിപ്പിച്ചു? ആ അതെ, നമ്മുടെ പഴയ മാനേജർ സ്ഥലം മാറി പോയപ്പോ ഞാനിവനെ ചുള്ളിലങ്ങ് ഒപ്പിച്ചെടുത്ത. എങ്ങനെ നല്ല ഒപ്പിച്ചാ മതി. അകത്ത് വെക്കടാ, അമ്മ കാണും. ഞാനേ തന്ത്രപരമായി 2 ഗ്ലാസും വെള്ളം ഒപ്പിച്ചെടുത്ത. മണി 7 അകത്തിരിക്കടാ. കഴിക്കും മോനെ. കോഴി അവിടെയും കിട്ടും, പക്ഷെ ഈ കോഴിന്റെ രുചിയുണ്ടല്ലോ. അതെന്താ അവിടുത്തെ കോഴിക്ക് രുചിയില്ലേ? കുറെ കാശുണ്ടാക്കാമെന്നല്ലാതെ അവിടെ എന്തിനാ രുചിയുള്ളത്? ഈ രുചി വേറെ എവിടെയെങ്കിലും കിട്ടുമോ സാബറ? നീ ഇട്ടോണ്ട് വന്നേ. ഇതോ ഞാൻ ഇല്ലേ? ഈ നൈറ്റ് ക്രീം വാങ്ങുമ്പോ ഇതിട്ടോട് നിൽക്കുന്ന നിന്നെ ഞാൻ കിനാവ് കാണുമായിരുന്നു. എന്നിട്ടിപ്പോ ഇടില്ലെന്നു. പ്ലീസ്. അവിടുന്ന് തന്നെ. Was it just a dream? Everything we did, everything we had. Baby, give me one more day. All the music. ഏയ് ഏയ് ഏയ്, ദേ നേരം എടുത്തിട്ട് കുറെ നേരമായി. അവിടെ ഇരിക്ക്. ഇന്നലെ രാത്രി നീ എന്തൊക്കെ പറഞ്ഞു? ഞാനെന്ത് പറയാനാ? ഒന്നും പറഞ്ഞില്ലേ? എന്നാ കേട്ടോ. വിളക്ക് കെടുത്തി. പിന്നെ ചുമ്മാ ഉറങ്ങിയിട്ടില്ല. ഉമ്മ ഉറങ്ങിയിട്ട് 2 ദിവസമായി. വേണ്ട. പിന്നെ അങ്ങനെ 1.5 കൊല്ലത്തി വന്നു. എന്റെ പൊന്നല്ലേ. പിന്നെ പൊന്നെ. വിളക്ക് കെടുത്തി. എന്താ ഇത്, ഇങ്ങനെയുണ്ടോ? ഉമ്മ കേക്കും. ഉമ്മ ഒന്നും കേൾക്കൂല. പിന്നെ ആ ടേപ്പിംഗ് ഇതെന്തിനാണെന്ന് എനിക്ക് അവിടെ ഇരുന്ന് നിന്റെ ശബ്ദം കേൾക്കാനാ. കഴിഞ്ഞവിടെ വന്നപ്പോ ഞാനിതൊക്കെ ആലോചിച്ചതാ. നിന്റെ നാണം മാറും മുമ്പേ ഞാൻ പോയില്ലേ? ഇപ്രാവശ്യം അങ്ങനെ പോവോ?
മോളെ, ആണും പെണ്ണുമായിട്ട് നീ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അച്ഛനാണെ പെൻഷൻ ആവാറായി. ബാലേട്ടന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ ഒരിക്കലും തടസ്സമാവില്ലമ്മേ. നിന്റെ കല്യാണം കാണാനും നിന്റെ കുഞ്ഞിനെ ലാളിക്കാനും ഞങ്ങൾക്കും കൊതിയില്ലേ മോളെ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരാമ്പിള്ളേര് ആ സണ്ണിയെ കണ്ടുപഠിക്കണം. ഒരു കണക്കിന് നീയൊക്കെ ഭാഗ്യവാന്മാരാ സണ്ണി. കുറച്ച് കാശിന്റെ കുറവല്ലേ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാ സുഖവും സ്വാതന്ത്ര്യവും നിങ്ങൾക്കില്ലേ? അതുകൊണ്ട് എന്നെ ഷെറീഫേ, എനിക്ക് പറയാൻ അനുസരിച്ചിട്ടും ഞാൻ ഇവിടെ ഒതുങ്ങി കൊടുക്കും. ബുദ്ധിയും സാമർഥ്യം ഉള്ളവന് ഇവിടെ സ്വർഗമാണല്ലേ. ജസ്റ്റ് ഫോളോ മീ ഓർ മൈ ഫാദറില്ല. ശരിയാണടാ സണ്ണി. ഓരോ ഗൾഫുകാരനും കഷ്ടപ്പെടുന്നത് അവന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വീട്ടുകാർക്കും ജീവിക്കാൻ വേണ്ടിയാണ്. അതിനിടയിൽ സ്വയം ജീവിക്കാൻ അവൻ മറന്നുപോകുന്നു. നീ അതും ഇതും പറഞ്ഞ് ഇവന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ. എന്തായാലും ഈ പുളുന്താമാരുടെ വിസ കാര്യം? ഏതെങ്കിലും ഒരു വിസ കിട്ടാൻ ഒരു പ്രയാസമില്ല. തോട്ടിപ്പണിക്കും ഗൾഫിലേക്ക് വിസ കിട്ടും. പക്ഷേ ബാലിനും കുട്ടിയാലിക്കാക്കും പറ്റിയ വിസ വേണ്ടേ? അതുകൊണ്ടാ വൈകുന്നേ. എത്ര വൈകിയാലും വിസ കിട്ടിയാ മതി ഷെരീഫെ. അക്കാര്യം എന്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വിസ വരും. അല്ല, എപ്പോഴാ ഇവരുടെ യാത്ര? ഞാൻ മടങ്ങുമ്പോ ഒന്നിച്ചു പോണം. അതാണ് എന്റെ പ്ലാൻ. ഓക്കെ, അപ്പൊ എന്നാ cheers. Cheers. ദുബായിക്ക് പോയ ആദ്യത്തെ അവധിക്ക് നാട്ടിലെത്തുമ്പോ വിവാഹം. അതാണ് എന്റെ തീരുമാനം. തീരുമാനങ്ങൾ ബുദ്ധിപൂർവമാണെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. അല്ല, ഇന്നും ഞമ്മൾ വൈകിപ്പോയി. വൈകിക്ക കുട്ടിയാലിക്ക. പക്ഷെ പെണ്ണ് കെട്ടാൻ വൈകിയാലേ സംഗതി ഫിങ് ആയി പോകും. ബാലൊരു തീരുമാനത്തിലെത്തി. ഞമ്മള് കെട്ടണമെങ്കിലേ ദുബായിൽ പോയി 2 പെങ്ങന്മാരെയും പറഞ്ഞു വിട്ടതിന് ശേഷം ഞമ്മള് നമ്മുടെ കാര്യം ആലോചിക്കും. ഒരു സന്തോഷ വാർത്ത കേട്ടോ. നിങ്ങളുടെ 2 പേരുടെയും വിസ ഷെരീഫ് ശരിയാക്കി. 2 ആഴ്ചക്കുള്ളിൽ വിസ എന്ന് പറന്നു വരും. അല്ലോ, വിസ പറന്നാണ് പറഞ്ഞത്. എന്റെ അവിടുത്തെ ഒരു ഫ്രണ്ട് അയച്ചു തരും. കുട്ടിയാലിക്കാക്ക ഈ വീട്ടിൽ ഇന്ന് ആരുമില്ല. എല്ലാരും ആശുപത്രിയില. തണ്ണിമോനെ, നീ ഒന്നിനകത്ത് കയറ്റിയത് 2ആയിട്ട് ഇറക്കാൻ വേണ്ടിയല്ലേ? അപ്പൊ നിനക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എന്നാ ആ സന്തോഷത്തിന് വേണ്ടി കുട്ടിയാലിക്ക ഇത് കുടിക്കണം. ഞമ്മക്കിത് ആറാമണ്ട. നമുക്ക് നമ്മുടെ ഷെരീഫ് ഉണ്ടെന്ന് ഹറാമല്ലേ കുട്ടിയാലിക്ക? ചുമ്മാ കൂടി. ശരീഫ് ഉണ്ടെന്നാണോ? വേണോ? ആര് വാരല്ലേ? ഇവൻ തന്നി സായിപ്പ ഫ്രം ലണ്ടൻ. കുടിക്കേ. വല്ല വായ്പിങ്കരെ മറ്റോ ആണോ ആവോ? എന്നാലും ഷെരീഫല്ലേ തരണത്. പടച്ചോനെ ഞമ്മളോട് പൊറുക്കണേ. ഇവനെ ഇറങ്ങിപ്പോണത് അറിയാട്ടാ. ഷെരീഫേ, എന്നാലും മിസ നിനക്ക് കൂടെ കൊണ്ടുവന്നൂടായിരുന്നു. തന്നിച്ചോ, നിന്റെ അപ്പച്ചന്റെ കലാബോധത്തിന്റെ പെയിന്റൊക്കെ ഇളകി തുടങ്ങിയല്ലോ. അപ്പച്ചൻ പോയതോടെ ഈ കാറ്റിലുള്ള കുടുംബത്തിലെ കലാബോധവും ഇപ്പം ഈ വീട്ടിലെ കുരുവളയിന്റെ റബ്ബറിന്റെ കഥകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ സണ്ണിക്കുട്ടി കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പം അവളുമാരുടെ പെയിന്റ് ആയിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ വീണാന്. ഷെരീഫ് കൊണ്ടുവന്ന് കുട്ടിയാലിനെ പാമ്പായി. എന്റെ വാച്ചില് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇവന്മാര് ചിലർ ഫിങ് അടിച്ച ഫിറ്റാവും. പക്ഷേ ഈ കാച്ചില് കുട്ടി എത്ര ഓടിച്ചാലും അറിയാം തൂള് പോലെ. തൂള്
തൂണ. അയ്യോ നമ്മുടെ തൂണ്, എന്റെ തൂണ. നമ്മുടെ തൂണ് ഇവിടെ ഇവിടെ തൂണ. തൂണ്, നെടുന്തൂണ. നമ്മുടെ പൊന്നു തൂണ്. എനക്ക് ചോറ് തിന്നണ്ടേ മോനെ? ഞാൻ കഴിച്ചുമ്മാ. നീ വല്ലതും കഴിച്ചോ? ഇത്രയും ദിവസം എല്ലാം ഉണ്ടായിട്ടും കഴിച്ചും കഴിക്കാതെ കാത്തിരുന്നു. ഇവിടെ എത്തിയിട്ടും ഇനി മേലിൽ ഞാൻ വൈകില്ല. പോരെ പിണങ്ങിയോ? ഞാൻ ആ ഭക്ഷണം ഒന്ന് ചൂടാക്കട്ടെ. നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? പാല് കുടിക്ക. ഇതെങ്ങക്കാ? നീ കുടിക്കാദ്യം. അവിടെ പോയിട്ട് ഇതും പഠിച്ചോ? ക്ഷീണിച്ചെത്തുന്ന വൈകുന്നേരങ്ങൾ, ഉറക്കം വരാത്ത രാത്രികൾ, മനസ്സ് നിറയെ നീയും, ഒന്നുറങ്ങാൻ വേണ്ടി മാത്രം അല്പം. ഇപ്പോൾ ഞാൻ അടുത്തില്ലേ? ഇനി ഞാൻ കുടിക്കില്ല, സത്യം. ഇന്നലെ നമ്മുടെ വിവാഹക്കാര്യം പറഞ്ഞ വീട്ടിൽ ബഹളമായിരുന്നു. എന്തുകൊണ്ടോ എനിക്കൊരു തീരുമാനത്തിലെത്തി. എടാ, എപ്പോ നോക്കിയാലും ഈ പ്രസിദ്ധമായ പ്രണയവീതിയിലൂടെ കൊത്തി കൊത്തി നടക്കാൻ നിങ്ങൾക്ക് നേരമല്ലോ. പിങ്ങൊന്നും കല്യാണം നടത്തിയേ നിനക്ക് എനിക്ക് പറയാൻ നോക്കിക്കോളാം. അല്ലേ ഈ അച്ചായം പൂന്ത് വിളയാരെ കൊളയത്. ഞാൻ പോണു. അല്ല ഞാൻ വാ. എടാ, പിങ് പിങ് എന്നൊരു പായസം കുടിച്ചിട്ട് കുറെ ആളായി. ഇത് വെച്ചിട്ട് എന്തിനാ? പ്രതീക്ഷിക്കത്തൊരു വിവാഹം അത് നടക്കണമെങ്കിൽ ഞാൻ ഗൾഫിൽ പോയി വന്നേ പറ്റൂ. മനസ്സിനിണങ്ങുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നതാണ്ട പ്രതീക്ഷിക്കത്ത വിവാഹം. PSC തോറ്റുമച്ചേ പണിയൊന്നുമില്ലാതെ വായു നോക്കി ഇറക്കുമ്പോഴാ അമ്മച്ചി എന്നെ പിടിച്ച് കെട്ടിച്ചത്. പിന്നല്ലേ ജോലിയൊക്കെ ആയത്. എല്ലാം നിനക്കറിയാവുന്ന കാര്യമല്ലേ. ഞങ്ങൾ ജീവിച്ചില്ലേ? ഞങ്ങളിപ്പോ ജീവിക്കുന്നില്ലേ? ഞാൻ എന്ത് ചെയ്യണമെന്നാ സണ്ണിച്ചാ പറയുന്നത്? ജീവിതം അത് ഒരിക്കലേ കിട്ടത്തുള്ളൂ. ബുദ്ധിയുള്ളവർ ആദ്യം തന്നെ സുരക്ഷിതമാക്കുന്നു. സോ സെറ്റിൽ യുവർസെൽഫ്. എടാ, ദാമ്പത്യ ജീവിതത്തിന്റെ സുഖവും സന്തോഷവും നിരൂപണങ്ങൾ ഒതുക്കാൻ പറ്റത്തില്ല ബാല. അത് അനുഭവിച്ച് തന്നെ അറിയണം. വിസ ഏതായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ വരുന്നല്ലേ ഷെരീഫ് പറഞ്ഞത്. പിന്നെ ഫിങ് ഫിങ് ഒന്നും കല്യാണം നടത്തിയാൽ എന്താ? റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. കം ഓൺ മൈ ഫ്രണ്ട്, ഡിസൈഡ് ഇറ്റ് പോസിറ്റീവ്ലി. തനിച്ചോ ഇവന്റെ കല്യാണ ഫോട്ടോ എടുക്കില്ലെന്ന് വേണ്ട. വരൂ മോളെ, വലതുപാല വെച്ച് കയറി. വിവാഹം കഴിഞ്ഞ് ഗൾഫിലേക്ക് പറന്നകലുന്ന ഭർത്താവിന്റെ വരവും നോക്കിയിരിക്കാൻ വിധിക്കപ്പെട്ട ഭാര്യമാരുടെ ലിസ്റ്റിൽ ഇതാ ഒരാൾ കൂടി, ശ്രീമതി നളിനി ബാലകൃഷ്ണൻ. എന്തായാലും ഒരുത്തനെ കൂടെ നീ കുരുക്കിട്ടു. സംഗതി ഫിങ് ഫിങ് നടത്തിയനെ എനിക്കൊരു സ്പെഷ്യൽ അവാർഡ് തരണം. ഒരു ബാലകടനുള്ള അവാർഡ് തന്നേക്കാം. എടാ ഷെരീഫേ, അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പോ ഈ കുട്ടിയാലിക്ക് അങ്ങോട്ട് പിടിച്ച് പൂട്ടണം. വിമാനത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കയറാതെ നമ്മൾ ഈ കാര്യത്തെ പറ്റി ചിന്തിക്കൂലെന്ന്. സമാധാനമായിട്ട് ഇരിക്കേ, നാളെ മറ്റന്നാൾ എത്തും വിസ. ഇനി ഇരുന്നാ പറ്റത്തില്ല, ട്രെയിന് സമയമായി. എന്താണ് നിന്റെ പെണ്ണുപിള്ള? ദാ വരുന്നു. അമ്മയുടെ പയ്യാരം പറിച്ചില്ലേ, ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഞാനാ. അതുകൊണ്ട് ആലീസിന്റെ പ്രസവം കഴിഞ്ഞ് വിളിച്ചോണ്ട് വരുമ്പം ഞാനും ആലീസിങ് പോരും. ഒരു ഉഗ്രം പാർട്ടി തരണം. നീ ഉണ്ടില്ലേലും അവളെ ഊട്ടുക,
നീ ഉടുത്തില്ലേലും അവളെ ഉടുപ്പിക്കുക. ആശയും നിരാശയും ഒരുപോലെ പങ്കുവെച്ച് പ്രളയം വരെ സന്തോഷമായി വാഴുക. ആമേൻ. സന്നിപദേശി വാച പഠിച്ചിരുന്ന വണ്ടി അങ്ങ് പോകും. നല്ലി ഓൾ ദി ബെസ്റ്റ്. കാര്യങ്ങളൊക്കെ പിങ് പിങ് നടത്തണം കേട്ടോ. ഇറങ്ങുന്നു. ശരി ഓട്ടടാ. നിന്റെ സമയം തീവണ്ടി ഓഫീസ് വരെ നമ്മളും വരാം. പോകുന്ന വഴിക്ക് വല്ലതും കഴിക്കണേ. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങാം. ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. പോട്ടെ ഇപ്പൊ അവരായ വരെ പാടായി. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഞാൻ വരട്ടെ. വന്നതിനിടയ്ക്ക് ഒരു കല്യാണവും കൂടി. പക്ഷേ ഈ ക്യാമറ ഉണ്ടല്ലോ, ഇതിനെ വിശ്വസിക്കാൻ കൊള്ളില്ലമ്മ. ആളുകളുടെ ഇടയിൽ വെച്ച് ചമ്മിക്കും. ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് നള്ളി പോലും കരുതിയില്ല. പടച്ചവും കണക്കാക്കണത് ആ സമയം വരുമ്പോ നടക്കും. ആ എന്നാ മോനെ, നിനക്കൊരു കമ്പി സന്ധി നേരത്ത് വന്നതാ. നീ ആ പാസ്പോർട്ടും ടിക്കറ്റ് എടുക്കുന്നു. എന്തിനാണ്? നീ ചെന്ന് എടുത്തോണ്ട് വാ. എന്താ മോനെ? ഉടനെ പുറപ്പെടണം. പടച്ചോനെ, ഇത്ര പെട്ടെന്നാ? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണുമ്മ. അല്ലെങ്കിൽ ഇങ്ങനെ ടെലഗ്രാം വരില്ല. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ഗൾഫുകാരന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് സാബ്ര. കരയാതെ. കണ്ണെത്താത്ത ദൂരത്തേക്കല്ലേ ഞാൻ പോകുന്നത്. ഇങ്ങനെ പോയാൽ എനിക്കെന്താണ് ഒരു സമാധാനം? ആവുന്നതും വേഗം നിന്നെ കൂടെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ അടുത്തലയും തീർച്ച നിന്നെയും പിന്നൊരാളെ, നമ്മുടെ കുഞ്ഞ്. ഇപ്രാവശ്യമെങ്കിലും കുറച്ചുനാൾ ഷെരീഫൊക്കെ കൂടെ കാണുമെന്ന് കരുതി. അവനും അതൊക്കെ തന്നെയായിരുന്നു ഉദ്ദേശം. നിന്റെ വിസയുടെ കാര്യം വല്ലോ ഷെരീഫ് പറഞ്ഞോ മോനെ? 8 വർഷം ശരിയാക്കാമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞാച്ചാ പോയത്. അമ്മ ഉണ്ണുന്നില്ലേ? മോളുണ്ടോ? എനിക്ക് നല്ല വിശപ്പില്ല. മതി. കുട്ടിയാലിയേ, കുട്ടിയാലിയേ, ഇക്കാക്ക ഇതാ പോവുകയാണെന്ന്. നീ അവരെ കൂടി വിളിച്ചേടി. ഇക്ക
ഇക്ക ഓ, ഒരു ബൈക്ക് ഇറങ്ങുമ്പോ മടക്കി വിളിക്കും. പിന്നെ എങ്ങനെയാണ് പോണ കാര്യം ശരിയാകുക? ഇക്ക ഇത് ഉമ്മ വിളിക്കണേ. ആ അന്റെ ഒരു ബൈക്കിറക്കം കുറെ നാളായല്ല എന്ത് ഈ ബൈക്കിറക്കം തുടങ്ങിയിട്ട്. എന്നിട്ട് വല ബൈക്കും ആയാ എന്റെ ബാപ്പ ഉണ്ടാക്കി വെച്ചത് ഈ കാണുന്നു പോയി. ബാക്കിയെല്ലാം എല്ലാരും കൂടെ തിന്ന് തീർത്തില്ലേ? എന്റെ പെങ്ങന്മാരെ എത്ര നാളാ ഇങ്ങനെ പിടിച്ചു നിർത്തണേ? അതിനെപ്പറ്റി വല്ല വിചാരം അനക്കണ്ട. അതുകൊണ്ട് മോനെ ഒരു 500 ഉറുപ്പ്യ കൊടിയിൽ വെച്ചിട്ട് ബാക്കിയുള്ളതിന് നീ ബജാറിൽ പോകുമ്പോ കുട്ടികളുടെ കഴുത്തിലേക്കോ കാലിലേക്കോ പറ്റി എന്തെങ്കിലും ഒന്ന് വാങ്ങിട്ട് വാ. ഞാൻ സ്കൂളിലേക്ക് പോണുമ്മ. ബാപ്പ ഉണ്ടായിരുന്നപ്പോ ഒന്നും അറിഞ്ഞില്ല. അന്ന് പഠിക്കാൻ പറഞ്ഞ അയച്ചപ്പോ കിടന്നങ്ങ് വിലസി. ആര് പറഞ്ഞിട്ട് കേട്ടില്ല. ഇപ്പൊ ആലോചിക്കുമ്പോ ചങ്ക് പൊട്ടുകയാണ് ബാല. ആ നീ രക്ഷപ്പെട്ടു. ഒരു തൊഴിലെങ്കിലും പഠിച്ചല്ലോ. കുട്ടികളിലേക്ക് എന്നതേ പറയാനുള്ളൂ. എന്തിനാ അതും ഇതും ആലോചിച്ച് മനസ്സ് നശിപ്പിക്കുന്നത്? ആശാന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കാശ് തീരാറായപ്പോ നബീസാക്കും സൈനബാക്കും ഇതും വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. കൊണ്ടുവാ. പെങ്ങന്മാര് കാത്തിരിക്കും. ഞാൻ പോയിട്ട് വരാം. വൈകിട്ട് കാണാൻ പല. KG ബാലകൃഷ്ണൻ, ഞാൻ തന്നെ. ഒരു കത്തുണ്ട്. ഓക്കെ സർ. എന്താ ബാല വല്ലാണ്ട്? എനിക്കിന്ന് നേരത്തെ പോണം. എന്താ കാര്യം? എന്തോ നല്ല സുഖമില്ല. ശരി, പറ്റുള്ളൂ. എന്താ ബാലേട്ട, എന്ത് പറ്റി? അല്ല എന്തോ ഉണ്ട്, എന്നോട് പറയില്ലേ? നിന്നെ ഒന്ന് കളിപ്പിച്ചല്ലോ എന്നെ. ഒരു കളിപ്പിക്കലേ. ആ പിന്നെ മാഡം, ഒരു കപ്പ് കാപ്പി. ദാ വരുന്നു. തന്നോട് വളപ്പി കയറാമെന്ന് പറഞ്ഞിട്ടില്ലേ? ഓ, അയാളുടെ ഒരു വളപ്പ്. ഒരു സൈക്കിളല്ലേ കൊണ്ടുവന്നുള്ളൂ. അപ്പൊ ഒരു ലോറി കൊണ്ടുവന്നെങ്കിലാ. പറട്ടെ, ഞമ്മ ദുബായി പോയിട്ട് വരട്ടെ. എടാ ബാല, നിന്റെ ഈ പടിക്കെട്ട് തള്ളി കേട്ടാനുള്ള ആരോഗ്യം ഞമ്മക്കില്ല. നീ ഇന്നലെ അന്വേഷിച്ചു വന്നത് എന്തിനാണ്? ആ നല്ല ചായ. ഓ, എന്താ? പ്രിയപ്പെട്ട ബാലനും കുട്ടിയാലിക്കാക്കും എന്റെ ഇവിടുത്തെ പാർട്ട്ണർ പലർക്കും കള്ളച്ചക്ക് കൊടുത്ത് പല വെട്ടിപ്പുകളും നടത്തി കടന്നു കളഞ്ഞിരിക്കുകയാണ്. എല്ലാം ബിസിനസിന്റെ പേരിലായതിനാൽ ഞാനും കുടുങ്ങി. എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഇവിടുത്തെ നിയമങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ കർശനമാണ്. ഏത് നിമിഷവും ഞാൻ ജയിലിലാവാൻ പാല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഉമ്മയ്ക്കും സാബറയ്ക്കും നിങ്ങളേ ഉള്ളൂ. അവരെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അന്വേഷിക്കണം. ഇക്കാര്യം ഒന്നും അറിയിക്കരുത്. ഈ നാട്ടിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടാറില്ല. ആ സമാധാനം മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയൊക്കെ പടച്ചോൻ തീരുമാനിക്കും പോലെ. സ്വന്തം ഷരീഫ്. ബാല, നമുക്ക് എന്ത് ചെയ്യാനാവും കുട്ടികൾക്ക്? വാ ബാല, നമുക്ക് ഷെരീഫിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഒന്നും അവരെ അറിയിക്കരുതെന്നല്ലേ അവൻ എഴുതിയിരിക്കുന്നത്? അറിയിക്കാനല്ല, അന്വേഷിക്കാൻ. വാ.
ഉടനെ ഞാനിങ്ങ് വരും, നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോരാൻ. നിർത്തട്ടെ. സ്വന്തം മകൻ ഷെറീഫ്. പ്രിയപ്പെട്ട. നിർത്ത. എല്ലാം പടച്ചവന്റെ നിശ്ചയമാ. ബാക്കി നിനക്കുള്ളതാ, നീ കൊണ്ടുപോയി വായിച്ചു. വരി വരി വരി. എന്റെ മോന് നല്ല കാലമാ. കച്ചവടത്തിൽ ഒത്തിരി ലാഭം കിട്ടി. ഇരിക്കേ ഇരിക്കു കുട്ടിയാലി, മോനെ ഇരിക്കേ. കൂട്ടുകാർക്കുള്ള വിസയൊക്കെ ശരിയായിട്ടുണ്ടെന്ന് കത്തിലുണ്ട്. പെട്ടെന്ന് പോയതേ കച്ചവടത്തിൽ ഒത്തിരി ലാഭം കിട്ടിയോണ്ടാ. അവിടെ പോയിട്ട് താമസ സൗകര്യം ഒക്കെ ശരിയാക്കിയിട്ട് ഇവളെ കൂടെ കൊണ്ടുപോകാന്നാ ദേ കത്ത് വന്ന്. അതെന്താ കുട്ടിയാലി ഒരു നല്ല വർത്താനം കേട്ടപ്പോ കരയണത്? കുട്ടിയാലിക്ക് ഇങ്ങനെയാ, സങ്കടം വന്നാലും സന്തോഷം വന്നാലും കരയും. കുട്ടിയാലിക്ക വരട്ടെ, ചെല്ലേ. പോട്ടെ. ആ കുട്ടികളുടെ ഒരു സ്നേഹം കണ്ടോ മോളെ? പിന്നീന്ന് വിളിക്കല്ല പായ, ഒരു നല്ല വഴിക്ക് പോവുക, വൈകിട്ട് കാണാ. അല്ല ബാല, ഷെരീഫിന്റെ കാര്യം നമുക്ക് സണ്ണിയെ അറിയിക്കണ്ടേ? വേണ്ട, അവന്റെ മനസ്സിൽ ഒന്നും ഇരിക്കില്ല. ഒടുവിൽ നാട് മുഴുവൻ പാട്ടാവും. നാട്ടിലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാമായിരുന്നു. എന്റെ മനസ്സിലും അത് തന്നെയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കുട്ടിയാലിക്ക, അല്ലാതെ എന്ത് ചെയ്യാൻ? അമ്മയും നളിനി എന്ത് ചെയ്യും? വടക്ക് വശത്തുണ്ട്. ബാല എന്താ? എനിക്ക് നമ്മൾ പറയാം, നമ്മുടെ ചിത്താര ഹോട്ടലില് കുറെ വിസയായിട്ട് ഒരു പാർട്ടി വന്നിട്ടുണ്ട്. ആ, നല്ല ഡീസന്റ് പാർട്ടി. കാലത്തെ തിരക്ക് പിടിച്ച് നമ്മൾ അവരെ കാണാൻ വേണ്ടി പോയതാണ്. ബോംബായിന്ന് ടെലഗ്രാം വരുമ്പോ 10,000 രൂപയും കൂടി നമ്മൾ അവിടെ എത്തിയാൽ മതി. അതിന് വിസ എവിടേക്കാ? ദുബായിലേക്ക്, നമ്മുടെ ഷെരീഫിന്റെ നാട്ടിലേക്ക്. ദുബായിലേക്കോ? അതല്ലേ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് കൊടുത്തിട്ട് പോന്നത് അമുക്കേ. എങ്കിൽ എങ്ങനെയെങ്കിലും പോണം കുട്ടിയാലിക്ക. നമ്മളിവിടെ അവിടെ ചെന്നാൽ അവന് വലിയ ആശ്വാസമാവില്ലേ? മോനെ, ഹോട്ടലിൽ വലിയ തിരക്കാണെന്ന്. ഉച്ച കഴിഞ്ഞ് നമുക്ക് പോവാം. ഒരു മെക്കാനിക്കിനെയും വേണമെന്ന് പറയുന്ന കേട്ട് അയാളുടെ സ്വന്തം വർക്ക്ഷോപ്പിലേക്ക്. തന്നോട് ഞാൻ ടെലഗ്രാം തരുമ്പോ ബോംബെക്ക് വരണമെന്നല്ലേ പറഞ്ഞത്? അല്ല, ഒരു മെക്കാനിക്കിനെ വേണമെന്ന് പറഞ്ഞു. അതിന് ഇയാളൊരു നല്ല മെക്കാനിക്കാണ് സാർ. പാസ്പോർട്ട് ഉണ്ടോ? ഉണ്ട്, ഇട്ട്. ഇന്റർവ്യൂ നടത്തിയിട്ടാണ് പാസ്പോർട്ട് വാങ്ങിച്ചതെന്ന് ബോസിനോട് പറയും. ശരി. എന്നാലും അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കും, പതറാ ഉത്തരം പറയണം. ശരി. ബാക്കിക്കാരി ഞാൻ നോക്കിക്കോളാം. എന്നാ പൊയ്ക്കോ. ഓ, അടിച്ചടാ കോള്. ഒരു തൊഴിലുമില്ലാത്തവൻ അന്യനാട്ടിൽ പോകുന്നതിൽ അർത്ഥമുണ്ട്. സാമാന്യം ജീവിക്കാൻ വകകിട്ടുന്ന മാന്യമായ ഒരു തൊഴിലും കളഞ്ഞ് ദുബായിൽ പോകാൻ വെപ്രാളം കൂട്ടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ വന്നിട്ടുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാ ഈ അത്യാഗ്രഹം? ഉള്ളതൊക്കെ പോരെ മോനെ. അന്തസ്സായി ജീവിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നല്ലിക്കറിയാം. ആ, ചെറുപ്പമല്ലേ, അങ്ങനെയൊക്കെ തോന്നും. എന്നാ ഇഷ്ടം പോലെ ചെയ്തോ. എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു. ഒരു നന്ദി. വരാമെന്ന് വെച്ചാൽ അവന്റെ ഒരു മുടിഞ്ഞ പൊരയിടം, വയല് വഴി വരാമെന്ന് വെച്ചാൽ ഇവന്റെ ഒരു മുടിഞ്ഞ പടിക്കെട്ട്. കേറേ കേറി. അല്ല, നിനക്കും വന്നോ കമ്പി? 10,000 കൊടുത്തപ്പോ വിസയില്ല. നേരെ ചൊവ്വയെ ഒരു വിസ വന്നപ്പോ 10,000 ഇല്ല. ചാറുള്ളപ്പോ ചോറില്ല, ചോറുള്ളപ്പോ ചാറില്ല. നമുക്ക് ആശാന്റെ കയ്യിൽ നിന്ന് കാശ് ഇപ്പൊ മേടിച്ചാ മതിയായിരുന്നു, അല്ലേ ബാല? എന്ത് മണ്ടത്ര കുട്ടിയാലിക്ക പറയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ല കുട്ടിയാലി. 5 ദിവസം കൊണ്ട് കാശ് ഒപ്പിക്കണം. അല്ല, 2 ദിവസം കൊണ്ട് കാര്യം ശരിയാക്കണം. പിന്നെ 3 ദിവസം വണ്ടിയിൽ ഇരിക്കണം. അല്ലോ, 2 ദിവസമോ? ആ,
വണ്ടിക്കൂലിക്കും ബൈക്ക് ചെലവിനുള്ളത് ഇവൻ ബൈക്കും. കുട്ടികൾക്ക് എന്താ പറയുന്നത്? അത് വിറ്റ പ്ലാറ്റ്ഫോം ടിക്കറ്റിന് പോലും പൈസ ഇല്ല. എന്റെ അള്ള് നമ്മുടെ ഉപ്പുപ്പേ തലശ്ശേരിയിൽ നിന്ന് ഇതിന്റെ പുറത്ത് സവാരി ചെയ്താണ് വള്ളക്കടവിൽ വന്നത്. ഉപ്പുപ്പ മരിച്ചപ്പോ പാപ്പാക്ക് കൊടുത്തു, പാപ്പ മരിച്ചപ്പോ ഞമ്മക്ക് തന്നു. ഇനി നമ്മള് മരിക്കുമ്പോ ഞമ്മക്കൊരു മോനുണ്ടാകുകയാണെങ്കിൽ അവർക്ക് കൊടുക്കും. എന്ത് ചെയ്യാൻ, കൊടുക്കേണ്ട വന്നു പോയില്ലേ. ഇൻഷാ അല്ലാ ദുബായിൽ നിന്ന് വന്ന ഉടനെ പൊന്നുമല കൊടുത്തെങ്കിലും നമ്മൾ ഇവനെ തിരിച്ചു വാങ്ങിക്കും. അറിയാവൂ? 2 ദിവസം വെറും ഒരു പാവമാ. എന്താന്നാലും ചിരിക്കാനുള്ളത് പറയും. എങ്ങനെയെങ്കിലും പോകാൻ കഴിഞ്ഞെങ്കിൽ കുട്ടികളുടെ കുടുംബം രക്ഷപ്പെട്ടേന്ന്. അപ്പൊ എടാ, ഈ 10,000-ന് നീ എന്താ തീരുമാനിച്ചേക്കണേ? ബാങ്കിൽ ഒരു 4,000 രൂപയോളം കാണും. എടാ, നീ തരുന്ന ഇത്തിരി ഇന്ന് 1000-ഓളം ഞാനും മിച്ചം പിടിച്ചു വെച്ചിട്ടുണ്ട്. അതെന്റെ മോക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കരുതിയതാ. ചേട്ടൻ വിഷമിക്കണ്ട. എന്റെ കഴുത്തിലും കാതിലും ഉള്ളത് ചേട്ടനുള്ളതല്ലേ? അഞ്ച് ദിവസത്തിൽ 3 ദിവസവും യാത്രക്ക് തന്നെ വേണമെന്ന് ദാഹം കലത്തി എന്നപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ 2 ദിവസമല്ലേ ഉള്ളൂ ഉമ്മ. 10,000 പിന്നെ വണ്ടിക്കൂലി. അതിന് നമ്മളിങ്ങനെ കുത്തിയൂർന്ന് ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ആ, ഈ ഒരു കാര്യം ചെയ്. പെൺപിള്ളേർക്ക് 2 വാങ്ങിയത് അങ്ങോട്ട് വെക്ക്. നസീമ, ഇവിടെ വാ. ബാക്കിയുള്ളതിന്റെ പിന്നെ ആലോചിക്കണ്ടു. ആലോചിച്ചിരിക്കാണ്ട് ചെല്ലും മോനെ. എന്തായി കുട്ടികൾക്ക് കാശിന്റെ കാര്യമൊക്കെ? ഇത് വാങ്ങിച്ചോണ്ട് വരുമ്പോ നിന്നെ കാണിച്ചതാ. ഇപ്പൊ വിൽക്കാൻ പോകുകയാണ്. ഇതാ കണ്ടു. ഞാൻ എന്ത് പറയാനാ? ബാങ്കിലുണ്ടായിരുന്ന കുറച്ച് കാശ് ഇതാ എടുത്തോണ്ട് വരിക. ബാക്കിയുള്ളതിന് നള്ളിയുടെ പണ്ടങ്ങളും പിന്നെ ഇതും വിൽക്കണം. ആവുന്നിടത്തോളം കുട്ടികൾക്ക് ശരിയാക്കി, ബാക്കിക്ക് ഞാൻ ശ്രമിക്കാം. ഇനി വിൽക്കാൻ പോകുന്നിടത്ത് ഉരച്ചൊരച്ച് അവരെന്താണാവോ തരിക. മക്കളെ, എന്റെ പാറുക്കുട്ടീനെ അറക്കരുത് കേട്ടോ. പാറുക്കുട്ടീനെ നമ്മള് അറക്കാനല്ല, വളർത്താനാ കൊണ്ടുപോണത്. നീ എപ്പോ വന്നു മോനെ? സൈക്കിളിന്റെ ഒച്ച കേട്ടില്ലല്ലോ. എന്തിനാ ഉമ്മ പശുവിനെ കൊടുത്തത്? തൽക്കാല ആവശ്യങ്ങൾ അതുകൊണ്ട് നടന്നിരുന്നതല്ലേ. ഇല്ല, എന്നാലും ഇപ്പൊ എല്ലാം കൂടി ആയാ മോനെ. ഉമ്മ, ദാ ചായ. അപ്പൊ എന്താ ഇങ്ങനെ തീരുമാനിച്ച്? അങ്ങനെ ഒന്ന് കിട്ടിയപ്പോ പോയി കളയാമെന്ന് വിചാരിച്ചു. ഷെരീഫും ശ്രമിക്കുന്നുണ്ടാവും. എന്നാലും ഇതൊരു നല്ല പാർട്ടിയാ. ഷെരീഫ് ആഴ്ചയില് 2 കത്ത് വീതം എഴുതണതാ. ഇപ്പൊ 3 ആഴ്ചയായിട്ട് ഒരു വിവരവും ഇല്ല. എന്താണാവോ? ഓനോടൊരു കത്ത് എഴുതാൻ പറയണം. ശരിയത്താ. പിന്നെ വഴിച്ചെലവിന് ഇതിരിക്കട്ടെ. പോണ കാര്യത്തില് പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഇത്ത ഞങ്ങൾക്ക് വേണ്ടി ദുആ അരക്കണം. പടച്ചോ നല്ലതേ വരുത്തൂ കുട്ടിയാലി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ
വരട്ടെ സാബറ. പോയി വരീൻ. ഉമ്മ, ഞാൻ പോയിട്ട് വരട്ടെ. സൈനവ, നസീമ, കുട്ടിയാലിക്ക് പോയിട്ട് വരാം. ദുബായിൽ ചെന്ന ഉടനെ ഞാൻ കത്തയക്കാം. നസീമ, നീ എങ്കിലും നന്നായിട്ട് പഠിക്കണം. ഞാൻ പോയിട്ട് വരാം. ഞാൻ പോകുന്നു. അല്ലാഹു എന്റെ മോനെ നല്ലത് വരുത്തട്ടെ. കരയില്ല. ഇക്കൊക്കെ ദുബായിൽ നിന്ന് വരുമ്പോ ഒരുപാട് കാശുമായിട്ട് വരും. ഇവിടെ വന്ന ഓട്ടം ഞാൻ ഈ ഓട്ടം നേരെ ഓടിയാണെങ്കിൽ ദുബായിൽ എത്തിയാലേ ആ സമീപം നിങ്ങളുടെ ഈ ട്രെയിനിൽ മറ്റ് 6 പേർ വരാണ്ടായിരുന്നു. 2 പേരെ കാണാനില്ല. ആ 2 പേര് ഇത് കയറും. വേറെ ടാക്സിക്ക് പോകുന്നുണ്ട്. അമ്മ എനിക്ക് കയറണം. കേറ് സ്വാമി. കേറ് പാല. നീ ഇരിക്കും സ്വാമി. ആ വിട്ടോ. എന്താ മിസ്റ്റർ അയ്യർ ഇത്രയും ചെറിയ ലഗേജ്? சின்ன சாமானும் பெரிய சுகம். லஸ் லகேஜ் மார் கம்ஃபர்ட். சீட் எங்க இருக்கு? இல்ல, நம்ம ஆண்டி வந்து அதுக்கு பக்கத்துல இருக்காரு, கொஞ்சம் பார்க்கணும், அவ்வளவுதான். സ്വാമി കുഴപ്പമൊന്നും ഉണ്ടാക്കിയത്. നാളത്തെ ഫ്ലൈറ്റിൽ പോകാനുള്ളതാ. വരും. എല്ലാവരും കുളിച്ച് റെഡി ആയിരിക്കും. 1 മണിക്കൂറിനുള്ളിൽ കാർ അയക്കും. നേരെ ബോസിന്റെ അടുത്ത് പോകണം. ഇന്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ചെയ്താൽ എഗ്രിമെന്റ് ഫോം ഒപ്പിടണം. പിന്നെ ചില ഫോർമാലിറ്റീസും. എന്നാ ഞാൻ വരട്ടെ. പിന്നെ കമ്പനിയുടെ പേരിലെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ആഹാരമല്ലാതെ വല്ല മദ്യമോ മറ്റോ കഴിച്ചാൽ കയ്യിൽ നിന്ന് കൊടുത്തോണം.
என்ன பாத்துட்டு இருக்க வாங்க போலாம். ഇത് എന്താണെന്ന് അറിയാവോ? ധന്വന്തരം കോയമ്പ് നമ്മുടെ ഉമ്മ കാച്ചിയതാണ്. അയ്യാ ഒന്ന് മനസ്സ് നോക്ക് പാഹയാ. പല നീ വേഗം കുളിക്ക്, നാളെ നമുക്ക് പോണ്ടതല്ലേ. അതിന് മുമ്പ് ബൊമ്പായൊക്കെ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാം. ആ ചെല്ലി പോ. പല ധന്വന്തരം കോയമ്പ് ദുബായി കിട്ടുവോ? ആ കുട്ടികൾക്കൊന്ന് സമാധാനപ്പെടുന്നേ, നമുക്ക് സംഘടിപ്പിക്കാം, കിട്ടും. ആ ബാല, ഈ തടിയുടെ രഹസ്യം എന്താണെന്നറിയാം? ഉമ്മാടെ ധന്വന്തരം കോയമ്പ്. ആ പിടിക്കട്ടെ അങ്ങോട്ട്, പിടിക്കട്ടെ. കുയിലിനെ തേടി കുതിച്ച് പായും മാര, പട്ടുകുപ്പായക്കാര. പട്ടുകുപ്പായം കീഴൊരു കില്ലം തോർത്താണുള്ളത്. അവിടെ ഒരു കാർപ്പറ്റും മാങ്ങ തൊലിയും മണ്ണാങ്കട്ടെയും കുളിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല കുട്ടികൾക്കാ. അല്ല ചതിച്ചാ, ഞമ്മ ഉമ്മാടെ ധന്വന്തരം കോയമ്പാണ് തേച്ചേക്കുന്നത്. ഒന്ന് വിളി ബോയ്, വിളി. അരെ ബോയ്, രണ്ട് വർത്താനം പറഞ്ഞു കൊടുക്ക്. ആ നീയല്ലേ വിളിച്ചത്? പറ. വെള്ളം പാനി വാട്ടർ ദണ്ട കരം കുളിക്കാൻ. അവനിക്ക് പെരുത്ത് മനസ്സിലായി. അവൻ അച്ഛനെ കുളിപ്പിക്കാൻ പോയേക്കാണ്. അച്ഛനെ? എടാ ബാല, ഈ ബുദ്ധിയില്ലാത്തവരോട് നീ കാണിക്കുന്ന നിന്റെ ബുദ്ധി ഉണ്ടല്ല, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നടാ ബാല. ആ ഈ ബുദ്ധിയും കൊണ്ട് നീ ദുബായിക്ക് വാ. ആ വന്നേ. पानी आ गया, ऊपर का टैप बंद था. बंद. ബാല, ബന്ദ് പേടിച്ചാണ് ഞമ്മ കേരളത്തിൽ നിന്ന് ബോംബായിക്ക് വന്നത്. ഇവിടെയും ബന്ധാ. അല്ല ബാല, നമ്മുടെ ദുബായിൽ ബന്ധുണ്ടാവും. അവിടെ ബന്ധമൊന്നും ഉണ്ടാവില്ല, നമ്മുടെ ദുബായ് അല്ലേ. ഞാനൊന്ന് അപ്പളേ എന്റെ പൊന്നുവൻ ഇങ്ങോട്ട് നിന്ന് കോയമ്പാണ് തേച്ചേക്കണത്. അവന്റെ പാനി എപ്പ നിൽക്കും അറിഞ്ഞൂടാ. ഞമ്മ തേച്ച് കൈ കളയട്ടെ. അല്ല ബക്കറ്റൊന്നും വേണ്ട. കുയിലിനെ തേടി കുതിച്ച് പായും മാരാ, പട്ടുകു. പിന്നെ തുറക്കല്ലേ, കുറ്റിയില്ല. ബാലകൃഷ്ണൻ ചെല്ലി ധൈര്യ. ഗുഡ് മോർണിംഗ് സർ. Good morning. What's your trade? ഓട്ടോമൊബൈൽ മെക്കാനിക്. Which certificate hai? പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ ട്രേഡ് പാസ്പോർട്ടിലുണ്ട്. अच्छा. कितने साल का एक्सपीरियंस है? 6 years. ओके. कॉन्ट्रैक्ट साइन करो. താങ്ക് യു സർ. 2 വർഷത്തേക്ക് അവരുടെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പറ്റില്ല. எப்படி இருந்தா after 2 years 2 வருஷம் தாண்டினாக்க we can come to some other company. പിന്നെ കുട്ടികൾക്ക് അവർ ഹിന്ദിയിൽ എന്തെങ്കിലും ചോദിക്കും, മനസ്സിലായില്ലെങ്കിലും ബാബുനോട് ചോദിച്ചേക്കണം. അധികം പറ്റി. മിസ്റ്റർ മുഹമ്മദ് കുട്ടിയാലി. കുട്ടിയാലിയാ? ആരാണ്ട ഈ മുഹമ്മദ് കുട്ടിയാലി? അയ്യേ, ഞമ്മക്ക് ഒക്കൂല. ഞമ്മക്ക് പല ഞമ്മ തന്നെ പോണോ? പല ഞാൻ പോയിട്ട് വരാം. പടച്ചോനെ ഞമ്മക്ക് ശക്തി തന്നെ. ये क्या काम करेगा? बहुत नाजुक है. इसे जरा उठ बैठ कराओ. ഒരു 5-6 പ്രാവശ്യം ഇരുന്ന് എഴുതേക്കണം. മതി ലേബർ ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. என்ன கான்ட்ராக்ட் சைன் பண்ணியாச்சா? ഓവർ ടൈം ഉണ്ടായാൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതിന് ഡബിൾ പേ കിട്ടും, ശമ്പളത്തിന് പുറമെ. എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാർ. साल में 1.5 महीने की छुट्टी मिलेगी. आने जाने की टिकट भी. ये बुद्धू लगता है, साले को समझाओ. വർഷത്തിൽ 40 ദിവസത്തെ അവധി തരും. പിന്നെ നാട്ടിൽ പോയി തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കമ്പനി തരും. മനസ്സിലായോ? ആ ഫോമിൽ ഒപ്പിടിച്ചോളൂ. ഇതാ ഇവിടെ ഒപ്പിട്ടോളൂ. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടോന്ന് അതിനല്ലേ പ്രത്യേകം കമ്പി അടിച്ചതനുസരിച്ച് ഞമ്മ ഇത് കൊണ്ടുവന്നേക്കണത്. അവിടെ വെച്ചേക്ക്.
നാളെ ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് ഫ്ലൈറ്റ്. കൃത്യം 11:30 മണിക്ക് കാറുമായി ഹോട്ടലിൽ വരും. അവിടെ റെഡിയായിട്ട് നിൽക്കണം. എന്നാ പൊയ്ക്കോളൂ. ഇവിടുത്തെ ഓരോ ചരക്കുകളുടെ വേഷവും ഭാവവും കണ്ട കണ്ണു നെള്ളിപ്പോവും. ഈ ബോംബൻ പോകാനേ തോന്നുന്നില്ല. ഉഗ്രൻ ഉഗ്രൻ അപ്പാരമാ. സമ്മതിച്ച പറ്റും. അളിയ ദുബായിൽ നിന്നും കാണാൻ പറ്റൂല കേട്ടാ. ഓ ഓ അല്ലേ? എന്തോ എന്തൊക്കെയാ കുട്ടിയാലിക്ക് കാണിക്കുന്നത്? ഞമ്മള് ഗൾഫിലേക്ക് പോവുകയല്ലേ, അവിടെ ഒട്ടകമേ ഉള്ളൂ. നമ്മള് ഒട്ടകത്തിന്റെ പുറത്ത് സവാരി ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ഇപ്പൊ പൊട്ടിയത് നട്ടല്ലാണ്. വാ നമുക്ക്. ബേജാറായിപ്പോയി. അപ്പോ അതെ അതെ, നട്ടല്ലാണ് പൊട്ടിയതേ. എന്നിട്ട് ഞമ്മക്കും താ പല 900 റിയാൽ. 1 റിയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര ഉറുപ്പിയുണ്ട്? 2.5 രൂപ. അപ്പൊ 900 900 1800 450 2350 ഇന്ത്യൻ ഉറുപ്പിക അല്ലേ? കൊല്ലത്തി അവിടത്തെ 45 ദിവസത്തെ അവധി. അപ്പൊ ഇന്ത്യൻ ദിവസം എത്രയായി? 45 45 90 10 100 ദിവസം. അന്നൊന്ന് വിലസ. അപ്പൊ വേണം 2 പെങ്ങന്മാരുടെയും കല്യാണം ഒരുമിച്ച് നടത്താം. കയ്യിലുള്ള കായ് മുഴുവൻ നമുക്ക് നാളെ ധാം ധൂം അടിച്ച് തീർക്കാം. ഇന്ത്യ ഉറുപ്പി അവിടെ കൊണ്ടുപോയിട്ട് എന്തിനാടാ? അമ്മ ഇതോട്ട് ഇതൊക്കെ അറിയാവാ. അതെ മടുക്കായാ आपका बिल में आएगा. എടാ ബാല, അവനെന്നെ വാപ്പാക്ക് വിളിച്ചത് നീ കേട്ടിരുന്നല്ലോടാ. നമുക്ക് കുട്ടിയാലിക്കടെ ബാപ്പയ്ക്കാണോ വിളിച്ചത്? പിന്നെ നിന്റെ വാപ്പാക്കാണ് വിളിച്ചത്. ആറാ പറഞ്ഞോ. अरे यार काम तो हो गया ना, अभी कुछ मुजरा हो जाए. കുടുങ്ങിയോ? മുദ്ര കാണാനിരുന്നാൽ കയ്യിലുള്ള പണമെല്ലാം തീരും. നീ വെറുതെ ഇഷ്ട. നമ്മുടെ ആ മെറ്റ പെണ്ണില്ലേ മലയാളി, അതിനവൾക്ക് മുദ്ര അറിയോ? എന്തിനാ മുജ്ര? ആശ നല്ല കണ്ടീഷനില് 2 എണ്ണം കൂടി പിടിപ്പിച്ചു കൊടുത്ത സംഗതി ക്ലീൻ. പിന്നെ ഓട്ടം തുള്ളലല്ല, തെയ്യമല്ല, എന്ത് കണ്ടാലും മതി. എങ്ങനെയുണ്ട്? വെരി ഗുഡ്. ആദ്രാം യഷ്കർണിയും യഷ്ടിയും സ്വർണ്ണാം ഹേമമാലിനിയും സൂര്യാം ഹിരൺമയും ലക്ഷ്മിയും ജാതവേ തോമാവഹ. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ തിര്യൻബഹേ ഗൗരി നാരായണി നമസ്തുതേ. മൂകാംബികേ. അയ്യരുടെ പൂജ ഇപ്പോഴൊന്നും തീരേണ്ട ലക്ഷണമില്ല. ഞാൻ പോർട്ടുക്ക് പോയി നിൽക്കാം കേട്ടോ. സ്വാമി എന്തില്ല റെസ്റ്റിറ്റി പോയതിന്റെ പാവം തീർക്കയാ. ചുമ്മാടാ. ആമാ പോയിരുന്നേ നോക്കല്ലേ വേണം. അത് ഡബ്ബറാണെങ്കിൽ കൊണ്ടാ. ആ വിമാനത്തിൽ വെക്കാൻ പറ്റിയതും. ഇത് കൊള്ളാൻ കുട്ടില്ല. പക്ഷേ ഇത് ചെറുതായി പോയി. क्या बोलता है? हमको नहीं मालूम. ഇതിന്റെ ബലിതുണ്ടാ? अरे भाई हमको नहीं मालूम. ഓ ബലിതിന് എന്താണ് ബാല പറയാ? ഇവന്റെ ബാപ്പ ഉണ്ടോന്ന് ചോദിക്കാം. ബാപ്പാക്ക് എന്താണ്ടാ ഇന്ത്യയില്? പിതാജി. अच्छा अच्छा, तुमको पिताजी है? ये क्या बोलता है? ബടാ ബടാ ബടാ. अच्छा बड़ा चाहिए. दो रुपये. ശരി പോവാം. എടാ ബാല, നിനക്ക് വേണമെങ്കിലേ ഹിന്ദിയിൽ ഒരു ബുക്ക് എഴുതാ. വായിക്കാതെ കുട്ടിയാലിക്ക. ബാല, ബൊമ്പായി എല്ലാം ശരിക്കും കണ്ടോ? ഇൻഷാ അള്ളാ ഇനി 2 കൊല്ലം കഴിഞ്ഞാണ് നമ്മൾ ഇതൊക്കെ കാണാൻ പോണത്. അല്ല, കേരള ഹോട്ടലെന്ന് കരുതിയാ കയറിയത്. മലയാളം പറഞ്ഞാൽ മനസ്സിലാവോ?
പറഞ്ഞോളൂ. പേരെത്ത് ഉപകാരം. നിന്റെ എന്തുണ്ട് കുടിക്കാൻ? ബദാംഗീറുണ്ട്. കീറിയതോ കീറാത്തതോ കൊണ്ടുവാ. ബദാമല്ലേ. പിന്നെ നമ്മൾ രണ്ടാള് ഇന്ന് വൈകിട്ടത്തെ വിമാനത്തിൽ ദുബായിക്ക് പോവാണ്. പല നമുക്ക് നെഞ്ചിടിപ്പ് ഇപ്പോഴേ തുടങ്ങിയേക്കണ്. വിമാനത്തിലെങ്ങാനും ബേജാറാവോ? ഈ ദുബായിക്ക് പോകുന്ന കാര്യമൊക്കെ അവരോട് എന്തിനാ കുട്ടികൾക്ക് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആശ നടക്കാൻ പോവാണ്. 10 പേര് അറിയട്ടാ. വേണ്ടി വന്നാൽ നമ്മൾ വിളിച്ചു പോവും. കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാ. വേഗം കുടിക്ക്, മണി 11 മണിയുടെ ഇടയിലാണ് കൊമ്പും കോയിലും. വണ്ടി വന്നാച്ചാ? ഇതുവരെ കണ്ടില്ലല്ലോ. ബേജാറായല്ലേ സ്വാമി, ഇത് ബൊമ്പായിയാണ്. വണ്ടി തട്ടാതെ മുട്ടാതെ ഇങ്ങ് എത്തണ്ടേ. അടങ്ങ് വരും. അവൻ നമ്മളെ ചതിച്ചതാവുമോ? കരിനാക്കൂട്ടൊന്നും പറയല്ലേ പറയാ. பேசி பேசி டைம் வேஸ்ட் பண்ணி என்ன பிரயோஜனம்? லெட்டஸ் போதே அந்த ஹோட்டல்ல போய் டீடைல்ஸ் கேட்கலாம். என்ன அந்த ரவி மடப்ப எங்க போனா? எங்க அண்டர்ஸ்டாண்டிங். வாங்க வாங்க. Do one thing. நீங்க எல்லாம் அங்க போய் உட்காருங்க, நான் கேட்டு வரேன். You come with me. Good morning, sir. What can I do for you? We want to meet Mr. Babu. Babu? Yes, Mr. Babu. Room number 505. We came yesterday. 1 minute. Yesterday, room number 505, one Mr. Jafar, his secretary, and one Mr. Raju. They checked out by 10 p.m. yesterday. Checked out? அட பாவி, தப்பா பேர் போட்டிருக்கானே. Do you know to which place they went? I'll find out. According to the information furnished here, they left for Delhi. Cheating, absolute cheating, well planned cheating. எங்க அப்பாவோட பிராவணமெண்ட் கிராட்டுவிட்டி எல்லாம் போச்சு. எங்க அப்பா அப்பவே சொன்னாரு, டே அனந்த சேனா, நீ போகாதரா நீ போகாதரான்னு. நான் கேட்டேனா? நான் கேட்கலையே. அப்பா அப்பா. അവരെ നമ്മൾ ചതിച്ചു കുട്ടിയെടുക്ക. അവരെ സ്ഥലം വിട്ടു. രണ്ടുപേരുടെയും കൂടെ കഷ്ടിച്ച് നാട്ടിലെത്താൻ കഴിയും. പക്ഷേ നാട്ടിൽ പോകുന്നതിനേക്കാൾ ഭേദം ആത്മഹത്യ ചെയ്യല്ലേ കുട്ടികൾക്ക്? Room ka advance. They have paid only for 1 day. Cash. Paisa. Excess. എനിക്ക് വയ്യ ബാല.
ഇരുന്നോ? എനിക്ക് വയ്യ. വരൂ കുട്ടികൾക്ക, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? വാ കുട്ടികൾക്ക. എന്റെ പൊന്നു വാഴ, നീ എന്റെ കൊല്ലല്ലേ. അമ്മ എവിടേക്ക് പറഞ്ഞ് നടക്കാനാണ്. വെയിലില്ലാത്ത എവിടെയും പോയിരിക്കാം. എവിടെ വെയില്? ജീവിതവും ഇരുട്ടിലായി. നമുക്ക് ഈ വെളിച്ചം കണ്ടെങ്കിലും നേരം പിടിച്ചില്ല. എല്ലാം മിഥ്യ കുട്ടികൾക്ക. എന്താ കുട്ടികൾക്ക? അല്ല, നമുക്കൊരു കരിക്ക്, അതിന്റെ വെള്ളവും കഴമ്പും കൂടി ചെല്ലുമ്പോ നടക്കാൻ ഒരു ആവത്. 2 കരിക്ക്. വെള്ളം മാത്രം മതിയോ അത് കയമ്പും വേണം? കയമ്പോ മടല് വരെ ആകാം. എവിടുന്നാ വരണത്? തിരുവനന്തപുരത്ത് നിന്ന്. എവിടെയാ താമസം? ഇപ്പൊ എവിടെയില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് ഞമ്മക്കറിയാൻ പാടില്ല. ആ ബാഗൊക്കെ അകത്ത് വെച്ചോളേ, കുളിക്കാൻ സൗകര്യപ്പെടുത്താം. 3-4 ദിവസം കഴിഞ്ഞാല് ഗൾഫിലേക്ക് പോകുന്നവരുണ്ട്. അവര് പോയാൽ പിന്നെ അകത്ത് കിടക്കാം. മെയ്തിനെ, ഈ ഒരു ബാഗൊക്കെ വാങ്ങി അകത്ത് വെക്ക്. ആ കായൊക്കെ നമ്മൾ വാങ്ങിക്കോളാം, ബാഗിനകത്തല്ലേ. നമ്മുടെ കൂട്ടത്തിൽ ഇതാ 2 ആളൂടെ കൂടിയിരിക്കണം. ആ കൂടെ നീ വിടരുത്. എന്താ നോക്കിയിരിക്കണ ബരി? ഇരുന്നേ വാസ്തവ, ഇരിക്കേ. ഇത് വായിക്കേ. തലസ്ഥാനത്ത് അക്രമം നിലച്ചു, സംഘർഷം തുടരുന്നു. തിരുവനന്തപുരത്തിന്റെ കൽബ് കുത്തിക്കേറിയിരിക്കണം, മനസ്സ് ചുട്ടരിച്ചിരിക്കണം. അബുക്ക, നാട്ടിലാകെ കുഴപ്പമാണ് പടച്ചോനെ. തിരുവനന്തപുരത്ത് 2 കൂട്ടർ തമ്മിൽ കൊള്ളിയൊപ്പം തമ്മിൽ തല്ലും.
രണ്ട് കൂട്ടർ തമ്മില് ദീപപ്പും ബഹളമൊന്നും അവിടെ ഇല്ല. ഇതൊക്കെ ഉണ്ടാക്കണത് ഒരേ ഒരു കൂട്ടരാ, മനുഷ്യക്കോരത്തിലുള്ള ശൈത്താന്മാര്. ബാല, നമ്മളെ നാട്ടില് മനുഷ്യരും മനുഷ്യരും തമ്മില് തല്ലൂല മോനെ. ഈ കൊയപ്പൊക്കെ ഉണ്ടാക്കണത് മൃഗങ്ങളാ. നാട്ടിൽ എന്തൊക്കെയാണാവോ നടക്കുന്നത് പടച്ചോനിക്കറിയാം. ഒന്നും നടക്കില്ല കുട്ടികൾക്ക്. ആ ബീഡി ഇങ്ങതാ. കിടക്കാം. കിടന്നോളൂ. என்ன கலாட்டா பண்றேன்? ரெண்டுக்கு வந்தது ஒண்ணு கூட போக முடியல. ഇവിടെ തിന്നാനും പ്രശ്നം, തൂറാനും പ്രശ്നം. അല്ല, ഇന്ത്യ കുടുങ്ങിയ പടച്ചോനെ. अरे निकल निकल निकलना अंदर बैठे 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 कभी போட மாட்டியாளா? தான் போயிருக்கு. செகண்டா உள்ள இருக்கு. हम लोग अभी निकल तुम अकेले बैठे कभी போட மாட்டீங்களே. பாதிப்பு போயிருக்கு, பாதிப்பு உள்ள இருக்கு. चल चल हट उतरे को भी जाना है कि नहीं? मुंबई में आगना कैसे? இதுவரை ஊருக்கு போயிலே. போனது போச்சு. கொஞ்சம் பாமையெல்லாம் சுத்தி பார்த்துட்டு இன்னைக்கு சாயந்தரம் வண்டி கிளம்புறேன். ஊட உள்ளது எந்தி எல்லாம் நிம்மதியா உட்கார்ந்துட்டு இருக்கா. എല്ലാ ബിസിനസ്സിലും എന്ന പോലെ നല്ലവരും കള്ളന്മാരും ഈ ബിസിനസ്സിലും ഉണ്ട്. ഇതിലൽപ്പം കൂടുതലുണ്ടെന്ന് മാത്രം. പറഞ്ഞിട്ട് എന്ത് ഫലം? ഞങ്ങൾ ഉള്ളതെല്ലാം വിറ്റുപിറക്കി ഏജന്റിന് കാശ് കൊടുത്തിട്ട് കൊല്ലം ഒന്നായി. ചോദിക്കാമെന്ന് വെച്ചാല് ബോംബെ അല്ലേ, പ്രേതം പോലും വീട്ടിലെത്തില്ല. അപ്പോ നിങ്ങൾ ആരും കാശ് കൊടുത്തിട്ടില്ലേ വാസുദേവ? വിസയും ടിക്കറ്റും ഇപ്പൊ കൊണ്ടുവരും, അപ്പൊ കാശും കൊടുക്കും. ടിക്കറ്റും വിസയും കിട്ടാതെ പണം കൊടുത്തത് ഒട്ടും ശരിയായില്ല, അതും അന്യനാട്ടിൽ വെച്ച്. പെരുമാറ്റവും രീതിയൊക്കെ കണ്ടപ്പോ വിശ്വസിച്ചു പോയി. വരച്ചു വെച്ച ചിരിയും പ്രതീക്ഷിക്കാത്ത സഹകരണവും വലിയ കള്ളന്മാരുടെ ലക്ഷണമാണ് ബാല. അല്ല, മധു മാസവനും എവിടെ? അവര് പിന്നെ കൂടി വരുന്നെന്ന് പറഞ്ഞു. ഇന്ന് എത്ര പേര് പോകുന്നുണ്ട്? എല്ലാം കൂടി 14 പേര്. അല്ലാ, നേരം വൈകി. സൗദിക്കുള്ള വിമാനം 10:30-ക്കല്ലേ? അപ്പൊ ഞങ്ങൾ വരട്ടെ പോക്ക? ഞങ്ങൾ വരട്ടേക്കാ. പോയി വരും മക്കളെ. പടച്ചവൻ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. വരട്ടെ കുട്ടിയാലിക്ക. അവര് രക്ഷപ്പെട്ടു, നമ്മുടെ തലയിലെടുത്ത് മാത്രം ഇങ്ങനെയായി. ജീവിതത്തിലേക്കുള്ള വിസ കിട്ടുകയാണ് കുട്ടിയാലി പ്രധാനം. വിസ കിട്ടി ഗൾഫിൽ പോയി 10-20 വർഷം പണിയെടുത്തിട്ടും ജീവിതത്തിലേക്കുള്ള വിസ മാത്രം കിട്ടാത്ത എത്രയോ പേരെ ഞമ്മക്കറിയാം. കേരളത്തിൽ എവിടെയാണ് അബുക്കാടെ സ്ഥലം? നമ്മൾ തലശ്ശേരിക്കാരനാണ്. നമ്മുടെ വെല്ലിപ്പയും തലശ്ശേരിക്കാരനാണ്. വെല്ലിപ്പാടെ കൂടെ കച്ചവടത്തിന് വന്നതാണ് ബാപ്പ. അങ്ങനെ തിരുവനന്തപുരത്ത് കൂടി. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തുകാരനായി. ബാപ്പാടെ കാലം കഴിഞ്ഞപ്പോ കച്ചവടം കാര്യമായി. നമ്മൾ ഈ ഗതിയിലുമായി. എല്ലാറ്റിനും പടച്ചോനൊരു ബൈ കാണിക്കും. ഈ ബേജാറാവണ്ട. 2 പെങ്ങന്മാര് പേര നിറഞ്ഞു നിൽക്കുക. എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവന്റെ കൂടെ പടച്ചോനുണ്ടോ? പിടിച്ചോ. അവൻ അത് മുഴുവനും താങ്ങും. അതും താങ്ങിപ്പോയാല് മടങ്ങി എത്തുമ്പോ ഓനും കുറച്ച് കാശുണ്ടാക്കും. ഓനും ബിസയ്ക്ക് വേണ്ടി വന്നാണ്.
ഇപ്പോ ഇവിടെ വന്നേ പിന്നെ ഓനും ഒരു സംഖ്യ വീട്ടിലേക്ക് അയക്കും. കുട്ടികൾക്ക് എത്ര നാളാ നമ്മളിങ്ങനെ അബുക്കയുടെ തള്ളി കഴിയാ? പടച്ചോൻ ആരോഗ്യം തന്നിട്ടില്ലേ, എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാം. നോക്ക്, നീ വിഷമിക്കണ്ട, നമ്മൾ ഉണ്ടാക്കാം. ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, നമ്മൾ ഒന്നൊന്ന് കാണട്ടെ. മെയ്തിയും വരുന്നവരെ ഇവിടെ നോക്കിക്കാം. നമ്മളിതാ വരുന്ന ഒന്ന് തെളിച്ചു വായിക്കണി. പെറ്റുമ്മയും സൈനികയും നസീമയും വായിച്ചറിയുവാൻ സ്വന്തം കുട്ടിയാലി എഴുതുന്നത്. ഞാനും ബാലനും സുഖമായി ബൊംബായിലെത്തി. ഇന്നോ നാളെയോ എന്ന നിലയിലാണ് വിമാനം. 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ വരുന്നതിന് മുമ്പേ സൈനബാക്കും നസീമാക്കും പുതിയാപ്പളമാരെ അന്വേഷിച്ചു വെക്കണം. ഉമ്മ നിസ്കാരപ്പായലിരുന്ന് 5 നേരവും എനിക്കും ബാലനും വേണ്ടി ദ്വാരക്കണം. ആമീൻ യാ ഇലാഹി. എന്റെ ബാല, നീ വിഷമിക്കണ്ട. നിനക്ക് വർക്ക്ഷോപ്പിൽ പണി കിട്ടുന്നവരെ 2 ആൾക്ക് ചെലവിനുള്ള പൈസ എങ്ങനെ നമ്മൾ ഉണ്ടാക്കാം. ഓരോരുത്തന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പെടുന്ന പാട്. പടച്ചോൻ ഈ വിധി നമുക്ക് വെച്ചല്ല. നാട്ടിലായിരുന്നെങ്കിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. നളിനി പലതവണ പറഞ്ഞതാ, എന്റെ ഒരു മോഹം. നീ വേഴാറാവില്ലടോ. വർക്ക്ഷോപ്പിലവരോട് നമ്മൾ എല്ലാ കാര്യം പറഞ്ഞു. എനിക്ക് ഇന്ന് പണി കയറാ. ശരി. ആ പല നിനക്ക് ഏതായാലും ജോലി കിട്ടി. 150 രൂപയാണ്. പോകുന്ന വഴി പോസ്റ്റ് ഓഫീസിൽ കയറി ഇത് ഉമ്മാറ് പേരിൽ അയച്ചേക്ക്. വീട്ടിലെ കാര്യം അത്രയ്ക്ക് കഷ്ടമാണ് ബാല.
വേഗം തയ്യാറാവ്, പോണ്ടേ? ആ പിടിച്ചോ. അല്ല വർഗീസോ? അബൂക്കകത്തുണ്ടോ? ഉണ്ടുണ്ട്, അകത്തുണ്ട്. അല്ല, നീ ഇങ്ങോട്ട് പോന്നാ? എത്ര നാളുടെ കാത്തു കടന്നിട്ടാ ഒന്ന് അക്കരെ കടന്നത്. തിരിച്ചു വരുമ്പോഴും അബൂക്കയെ കാണാൻ ഞാൻ പോവോ? ഇതെന്റെ സുഹൃത്ത് മിസ്റ്റർ ജെയിംസ്. ഹലോ. വരി വരി. ആരാടാ വന്നത്? വർഗീസ്. ഓം വന്ന് ബോംബെ പെട്ട സമയത്താ ഞമ്മളും ഇങ്ങെത്തിയത്. ഓം പോയി വന്ന് ഞമ്മളിപ്പോഴും ഇവിടെ തന്നെ. എല്ലാറ്റിനും ഒരു ഭാഗ്യമൊക്കെ വേണോടെ. ബാറ്ററി ചേഞ്ച് കറോ? ജി സാബ്. Arriving Trivandrum 24th flight, expect happy Miss Sharif. അബി, ഷെരീഫൊക്കെ വരുന്നുണ്ടെന്ന്. ഷെരീഫോ? എന്ന് വരുന്ന? ചാപ്പാടിന് സമയമായി. നല്ല പിങ് പിങ് എന്ന് ചോറ് വിളമ്പിക്കാമേ. വന്ന് കേറിയില്ല, തുടങ്ങി. എന്താന്ന് അറിഞ്ഞൂടാ, ഭയങ്കര വല്ലാത്ത വശം. ആലീസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ വരൂ. എപ്പോഴും ഒരു ചാപ്പാടിന്റെ കാര്യമേ ഓർമ്മയുള്ളൂ. അതൊക്കെ എഗ്രിമെന്റ് അടി. നിന്റെ പ്രസവം കഴിഞ്ഞ് കോട്ടയത്തിന് വിളിച്ചോണ്ടാൻ വരുമ്പോ ഒരു ഉഗ്ര ശാപ്പാട് വരാൻ നമ്മായിട്ടുണ്ട്, അല്ലേ അമ്മേ? അതെ അതെ, വരും. ഇതാ കല്യാണത്തിന് വരാൻ പറ്റാത്തോണ്ട് ആലീസിന്റെ പ്രസന്റേഷൻ. താങ്ക്സ്. മോനോ മോളോ? മോളെ. കൊച്ചുമോള് തനിച്ച വീട്ടിലെ, അതുകൊണ്ട് വേഗം പോണം. ഒന്നുകൂടെ പ്രസവത്തിന് ഉണ്ടാകണമെന്ന കർത്താവിന്റെ വിധി. ഒന്നിപ്പഴിച്ച 3. അടുത്ത കണിശമാണ് എന്നെ. ബാലനും കുട്ടിയാനും ബോംബേല. അവരുടെ കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട. എന്നോടൊരു വാക്കുപോലും പറയാ സ്ഥലം വിട്ടത്. ചെറുത് പിടിച്ചു പോയതാ, അതുകൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല. അവിടെ പോയിട്ട് ഒരു ഗുണവും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിലേ പോകാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഷെരീഫിക്കാരുടെ ടെലിഗ്രാമാ വരുന്നുണ്ടെന്ന്. എന്താ നോക്കട്ടെ. എടാ 24th ഇന്നാണല്ലോ. ഗൾഫുകാരന്റെ വരവും പോക്കും നമ്മുടെ മന്ത്രിസഭ പോലെ. പിങ് വരും, പിങ് പിങ് പോകും. കൂട്ടുകാരൻ വരുമല്ലേ, അപ്പൊ ഇന്ന് യാത്രയില്ലാന്ന് അർത്ഥം. കറക്റ്റ്. ഷെരീഫ് എപ്പോ ലാൻഡ് ചെയ്താലും എയർപോർട്ട് റിസീവ് ചെയ്യാൻ ഈ കാച്ചിലുള്ള ഈ ലവ് ഷേപ്പിലുള്ള സണ്ണിക്കുട്ടി ഉണ്ടായിരിക്കും. അതെ, കർത്താവിന്റെ ഒരു നിശ്ചയമാണ്. ഫ്ലൈറ്റ് സമയമായി. ഞാൻ കൊണ്ടിരുന്നേ. അമ്മേ, ഈ പ്രാരാബ്ദങ്ങളെയൊക്കെ നോക്കിക്കോളെ. അതിന്റെ കൊച്ചു നോക്കിക്കോണം. ഞാൻ വരാം. മോളെ, മോളുടെ പേരെന്താ? നോറ. വാ മോള് വാ. എന്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത 3 മാസങ്ങൾ. തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന മരണത്തിന്റെ വാൾ. ആത്മഹത്യ ചെയ്യണമെന്നവരെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഗൾഫിൽ ഒരിക്കലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാറില്ല. അതുകൊണ്ട് ഞാനും രക്ഷപ്പെട്ടു. ഇത്ര നാളായിട്ട് നീ നിന്റെ വീട്ടുകാരെയോ അറ്റ്ലീസ്റ്റ് ഞങ്ങളെങ്കിലും ഒന്ന് അറിയിക്കാത്തെന്താ? ബാലനും കുട്ടിയാലിക്കൊക്കെ ഞാൻ എഴുതിയിരുന്നു. പിന്നെ ഉമ്മയും സാബിറയും അറിയരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. പിന്നെ നീ വായാടിയല്ലേ. എന്റെ മോനെ പഠിച്ചോണ്ട് രക്ഷിച്ചു. ഇനി പേടിക്കാനൊന്നുമില്ലമ്മ. അവിടെ താമസ സൗകര്യമൊക്കെ ശരിയായി. മടങ്ങുമ്പോ ഉമ്മയും സാബിറയും കൂടെ കൊണ്ടുപോകണം. വയസ്സുകാലത്ത് നമ്മളിവിടെ കഴിഞ്ഞോളാം. നിങ്ങൾ കെട്ടിയവനും കെട്ടിയവനും കൂടെ പോയാ മതി. ഇതാ ഒരു ഗൾഫുകാരന്റെ ഭാര്യ കൂടി രക്ഷപ്പെടാൻ പോന്നു. സാബിറ രക്ഷപ്പെട്ടപ്പം നന്ദി താൻ കൊടുക്കാൻ പോവാ. ബാലനും കുട്ടിയാലിക്കാർക്കുമുള്ള വിസയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നളിന് ഭയപ്പെടണ്ട. 1 കൊല്ലത്തിനകം ബാലനും താമസ സൗകര്യം ശരിയാവും. 2 ആഴ്ചക്കുള്ളിൽ എല്ലാരും കൂടെ പുറപ്പെടണം. ബാലേട്ടൻ ഇപ്പോ ഒക്കെ ഞാൻ അറിഞ്ഞു. അവനെ ആലീസിനെ മോളെ ബാലിന്റെ വീട്ടിൽ ഇരുത്തിട്ടാൻ പോന്ന്. അവരെ തന്നെ നല്ലിക്ക് പോന്നു. ഞാൻ കേട്ടെ പോകുന്ന വഴിക്ക് കുട്ടിയാലിക്കും ബാലിനും ഉടനെ ഇങ്ങ് പുറപ്പെടാൻ പിങ് പിങ് എന്ന് ടെലിഗ്രാം കൊടുത്തേക്കാം. അതെ, 2 ആഴ്ചക്കുള്ളിൽ പോണെന്ന് പറ.
ആ, പണിയൊക്കെ എങ്ങനെയുണ്ട്? ധാരാളമുണ്ട്. എങ്കിലും ഒരു തൊഴിലായല്ലോ. ആ, പോയി വേഗം കുളിക്ക്. ഇന്ന് നല്ല ദിവസമല്ലേ? ഇന്ന് എല്ലാവർക്കും ഞമ്മളെ വക നെയ്ച്ചോറ്. ആ, ബാല, ഇങ്ങോട്ട് വാ. ഞമ്മളാ കാര്യം മറന്നു. എന്താ ബുക്ക? അനക്കൊരു കമ്പിയുണ്ട്, വൈകിട്ട് വന്നതാ. എന്താ മോനെ? ഞാൻ പറയാറില്ലേ, ഷെരീഫ് അവന്റെ കമ്പിയായത്. എനിക്കും കുട്ടിയാലിക്കും വിഷയമായി അവൻ നാട്ടിലെത്തിയിട്ടുണ്ട്. പടച്ചോൻ കരിഞ്ഞാൽ അങ്ങനെയാ. ഭാഗ്യം 4 പുറത്തുനിന്നും വരും. പാസ്പോർട്ടുമായി ഉടൻ നാട്ടിലെത്തണം. പാസ്പോർട്ട് ആ തട്ടിപ്പുകാരുടെ കയ്യിലകപ്പെട്ടില്ലേ? അതിനൊക്കെ വയ്യ ഉണ്ടാക്കാ. ഈ കുട്ടിയാലിയോട് കച്ചവടം നിർത്തിയിട്ട് വേഗം വരാൻ പറ. ഓനം ജുഹു കടപ്പുറത്തുണ്ടാവും. നാരിയൽ പാനി, നാരിയൽ പാനി, നാരിയൽ പാനി. സായിപ്പേ, ഇംഗ്ലീഷ് നാരിയൽ പാനി. ഉണങ്ങി തുടങ്ങി. എന്ത് വിറ്റുവരവുണ്ടാവും. ആ, 5, 7, 12, 22, 27, 30, 35, 35, 36, 37, 40. അങ്ങനെ വരട്ടെ. അല്ലാ, ഇതും കൂടി ഒന്ന് വിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ. നാരിയൽ പാനി. नारियल पानी, नारियल पानी. Hey, दो नारियल दो, पानी वाला. पैसा पैसा साहब. Hey, my lord, take me 4 rupees.
എടാ കുട്ടിയാലിക്കാ കുട്ടിയാലിക്കാ കുട്ടിയാലിക്കുണ്ടോ? പോയതേ ഉള്ളൂ. കുട്ടിയാലിക്കാ 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 നമുക്ക് ശരിക്കുള്ള വിസ വന്നു കുട്ടിയാലിക്കാ. നാട്ടിൽ നിന്ന് കമ്പി വന്നു കുട്ടിയാലിക്കാ. എനിക്ക് എന്നേക്കുമായിട്ടുള്ള വിസ കിട്ടി. കുട്ടിയാലിക്കാ ഉമ്മോടും പെങ്ങന്മാരോടും കുട്ടിയാലിക്കാ കുട്ടിയാലിക്കാ